അല്ലാഹുമ്മ ലാ തഹരിംന അജ്റ വലാ തഫ്തിന്ന ബഅദ. വിട്ടുപോകുന്ന വിടവുകളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ നമ്മൾ വിഷമിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ഇഖ്ലാസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തിയും ത്രാണിയും അള്ളാഹുവിന്റെ ഓശാരമായി തൗഫീഖായി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യത്തിൽ ഈ ഒരു വേദിയിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഹൃദയത്തെ, ആത്മാവിനെ സംസ്കരിച്ചുകൊണ്ട് ഇലാഹിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നതാണ്. പണ്ഡിത വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഈ ഒരു സദസ്സിൽ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സാധാരണ പ്രസംഗിക്കുന്നത് പോലെയല്ല, ഒരു ചെറിയ ഉസ്താദുമാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ബഹുവന്യരായ എന്റെ ഉസ്താദ് KC ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുവന്യരായ ഇവിടത്തെ ഖതീബ് ഉസ്താദ് അവർ, അതുപോലെ ശൈഖുന ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നതുപോലെ. അപ്പോ ഇതിന്റെ ഇടയിൽ സംസാരിക്കുമ്പോ ഇങ്ങനെ ഇല്ലാത്തൊരു വല്ലാത്ത സംഭ്രമം അനുഭവപ്പെടുന്നുണ്ട്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായിരുന്നാലും ആത്മാവിനെ സംസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ ചുരുങ്ങിയ നേരമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അല്ലാഹു തആല അത് കേൾക്കാൻ നിങ്ങൾക്കും പറയാൻ എനിക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രായമേറെ വന്ന ഒരു പിതാവിന്റെ വാർദ്ധക്യ സഹജമായ രോഗം കാരണം ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന മക്കളുടെ ഒരു കഥ, ഒരു സംഭവം ഈ അടുത്ത് കേൾക്കാനിടയായി. ഉപ്പാക്ക് പ്രായമേറിക്കൊണ്ടുവന്നപ്പോ സാധാരണ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഉപ്പയെ വല്ലാതെ ഇടക്കിടക്ക് ശ്വാസം നിന്നു പോകുന്ന, നിലച്ചു പോകുന്ന ഒരസുഖം പിടിപെട്ടു. സ്നേഹനിധികളായ മക്കൾ സർവനേരവും ഉപ്പയുടെ അടുക്കൽ പരിചരണവുമായി നിലകൊണ്ടു. അതിനിടയിൽ വല്ലാതെ ശ്വാസ തടസ്സം നേരിടുകയും ഈ പിതാവ് ഒരിക്കൽ ബോധം കെട്ട് മോഹാല്യസപ്പെട്ട് വീഴുകയും ചെയ്തു. മക്കൾ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് അടുത്തുള്ള നല്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞു, ഒരു മേജർ ഓപ്പറേഷൻ അത്യാവശ്യമാണ്. ഉപ്പയുടെ ശ്വാസകോശത്തിലാണ് തടസ്സമുള്ളത്, അത് നീക്കിയേ പറ്റൂ. മക്കള് ഉപ്പയെ അത്രമേൽ സ്നേഹിക്കുന്ന മക്കളാണ്. അവർ ഉപ്പക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ നടക്കട്ടെ, ഞങ്ങളുടെ പിതാവ് രക്ഷപ്പെട്ട് കിട്ടട്ടെ. ഓപ്പറേഷൻ നടന്നു. അത് നല്ല വിജയമായി. 2-3 ദിവസം കൊണ്ട് ഉപ്പ സുഖം പ്രാപിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം വന്നു. മക്കൾ ഉപ്പയുടെ തോളിൽ താങ്ങിയിട്ട് വാഹനത്തിൽ കൊണ്ടുപോയിരുത്തി. ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് മക്കൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഈ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് വാപ്പ ചോദിക്കാണ്, മക്കളെ ആ ഡിസ്ചാർജ് ബില്ലൊന്ന് തരൂ. അപ്പൊ മക്കളിൽ ഒരാൾ ആ ഡിസ്ചാർജ് ബില്ല് ഉപ്പാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. 1 ലക്ഷത്തിലേറെ രൂപയുടെ ചെലവ് ആ ഹോസ്പിറ്റലിൽ അടച്ചിട്ടാണ് മക്കൾ ഇറങ്ങി വരുന്നത്. ആ ബില്ലിങ്ങനെ പിടിച്ചിട്ട് ഈ വാപ്പ ഇങ്ങനെ കൈവിറക്കാൻ തുടങ്ങി. പിന്നെ ഈ ഉപ്പ കരയാൻ തുടങ്ങി. അപ്പോൾ മക്കൾ ചോദിച്ചു, എന്തിനാണ് പിതാവേ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? ഉപ്പക്ക് വേണ്ടി 1 ലക്ഷമല്ല 10 ലക്ഷം കൊടുത്താലും ഞങ്ങൾക്കൊരു വിഷവുമില്ല എന്നാ മക്കൾ പറഞ്ഞത്. അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, എത്രേ മക്കളെ, അതാലോചിച്ചിട്ടല്ല എന്റെ വിഷമം. പക്ഷേ ഉപ്പാക്ക് ഇന്ന് 60 വയസ്സ് പൂർത്തിയായി. എനിക്ക് 35-ാം വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഈ ശ്വാസം മുട്ടെന്ന അസുഖം. ഇടക്കിടക്ക് ശ്വാസം നിലച്ചു പോകാറുണ്ട്.
പക്ഷെ അപ്പോഴൊക്കെ നെഞ്ഞത്തൊന്ന് കൈവച്ച് എന്റെ റബ്ബേ പടച്ചോനെ എന്നൊന്ന് വിളിച്ച് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീക്കുമ്പോഴേക്ക് അതങ്ങ് മാറിക്കിട്ടാറാ പതിവ്. ഇന്നലെ ഉപ്പ അങ്ങനെ എണീറ്റപ്പോ നേരെ തല അടിച്ച് വീഴുകയാ ചെയ്തത്. 1 മണിക്കൂർ എന്റെ റബ്ബ് എന്റെ ശ്വാസം പിടിച്ചു വെച്ചപ്പോ എന്റെ മക്കളായ നിങ്ങൾക്കത് തിരിച്ചു തരാൻ 1 ലക്ഷം രൂപയാണ് ഈ ഹോസ്പിറ്റലിൽ കെട്ടേണ്ടി വന്നത്. എത്രയോ തവണ എന്റെ ശ്വാസം നിലയ്ക്കാതെ എന്നെ പിടിച്ചു നിന്ന പടച്ച റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് മടങ്ങാൻ തോന്നുന്നില്ല എന്ന് ആ പിതാവ് പറഞ്ഞു. എത്ര സത്യത്തിൽ ഇതൊരു വിചാരപ്പെടലാണ്, ഇതൊരു വിചാരപ്പെടലാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്കിയത്തുൻ നഫ്സ് എന്താണ് എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിനു സമാനമായ ഒരു മറുപടിയാണ് അവിടെ നിന്ന് നൽകുന്നത്. സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനെ കണ്ടെത്തുന്നതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മഹാന്മാരായ സ്വഹാബാ കിറാമിനോട് അവിടുന്ന് പറഞ്ഞു, സലാസുൻ മൻ അമിലഹുന്ന, 3 കാര്യങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സലാസുൻ മൻ അമിലഹുന്ന, 3 കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാൽ, ഫഖദ് ദാഖ തുഅമൽ ഈമാൻ, അവനിൽ ഈമാനിന്റെ മധുരം ലഭിച്ചിരിക്കുന്നു എന്ന്. ഈമാനിനൊരു മധുരമുണ്ട്. ആ ഈമാനിന്റെ മധുരം രുചിക്കാൻ സാധിക്കണമെങ്കിൽ 3 കാര്യം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നാമതായി അബദല്ലാഹ വഹദ, അവൻ അള്ളാഹുവിന് മാത്രമായി ആരാധന നടത്തുകയും പടച്ചവന് ഇഖ്ലാസോടുകൂടെ, ആളുകളെ കാണിക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായി ആരാധന നടത്തുക. രണ്ടാമത്തത് വഅദ്ദാ സകാത്ത മാലി, തന്റെ സമ്പത്തിന്റെ മുഴുവൻ സക്കാത്തും കൊടുത്തു വിട്ടുകയും ചെയ്യുക. മൂന്നാമതായി വസക്കാ നഫ്സ, അവൻ തന്റെ ശരീരത്തെ സംസ്കരിക്കുകയും ചെയ്യുക. 3 കാര്യങ്ങൾ ചെയ്താൽ ഈമാനിന്റെ അനുഭൂതി മനസ്സിൽ ലഭിക്കും എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ചോദിച്ചു സ്വഹാബത്ത്, നബിയെ 2 കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി. ഒന്ന്, അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുക, അത് ഞങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം സക്കാത്ത് വീട്ടുക, അത് ഞങ്ങൾ കൊടുത്തു വിട്ടുന്നവരുമാണ്. പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യം വസക്കാ നഫ്സ, സ്വന്തം ശരീരത്തെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ടത്ര അങ്ങ് മനസ്സിലായില്ല. വമാ തസ്കിയത്തുൻ നഫ്സി, എന്താണ് ഈ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ സംസ്കരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻത അലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുൻത, അൻത അലമ അന്നല്ലാഹ മഅക, നീ മനസ്സിലാക്കലാണ്, നീ അറിയലാണ്, അന്നല്ലാഹ മഅക, അല്ലാഹു നിന്റെ കൂടെയുണ്ടെന്ന്. ഹൈസുമാ കുന്ത, നീ എവിടേക്ക് സഞ്ചരിച്ചു ചെന്നാലും, നീ എവിടെ ആയിരുന്നാലും നിന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന ബോധത്തെക്കുറിച്ചാണ്, ആ ഒരു വിവരത്തെക്കുറിച്ചാണ്, ആ മനസ്സിന്റെ ഒരു സാന്നിധ്യത്തെക്കുറിച്ചാണ് തസ്കിയത്തുൻ നഫ്സ് അഥവാ ആത്മസംസ്കരണം എന്ന് പറയുന്നത്. ഒരൊറ്റ വാക്കിൽ ആത്മസംസ്കരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തരികയാണ്, അൻത അലമ, നീ മനസ്സിലാക്കലാണ്, അന്നല്ലാഹ മഅക, അല്ലാഹു തആല നിന്റെ കൂടെയുണ്ട്, ഹൈസുമാ കുന്ത, നീ എവിടെ ആയിരുന്നാലും നിന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന ബോധത്തിനെ കുറിച്ച് പറയുന്ന പേരാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയേണ്ടത്. അതിനെക്കുറിച്ചാണ് ആത്മസംസ്കരണം എന്ന് പറയുന്നത്. സ്വന്തമായി ഒരു ബോധമുണ്ടാകുക, ഞാൻ എവിടെ ചെന്നാലും എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, പടച്ചവന്റെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടവനാണു ഞാൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമുണ്ടാകുക. നോക്കൂ, നിങ്ങൾ മഹാന്മാരായ സ്വഹാബികളെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. മഹാന്മാരായ സ്വഹാബത്ത് കാനൂ
സ്വഹാബികളായിരുന്നു. ഇദാ തലാഖയാ, അവർ രണ്ടുപേർ കണ്ടുമുട്ടിയാൽ ഖാല അഹദുഹും ലില്ലാഖർ, അവരിൽ മറ്റൊരാളോട് ചോദിക്കുമായിരുന്നു, സഹോദരാ നിനക്ക് ധൃതിയുണ്ടോ? നിനക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുകയാണോ? നിനക്ക് വല്ല ധൃതിയുമുണ്ടോ എന്നൊരാൾ മറ്റൊരാളോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ മറ്റേയാൾ പറയും, ഇല്ല, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല, ഞാനൊരു പ്രത്യേക കാര്യത്തിന് പുറത്തിറങ്ങിയതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഫഖാലൽ ആഖർ, മറ്റേയാൾ പറയുമായിരുന്നു അവനോട്, തആൽ യാ അഖീ, സഹോദര എന്റെ കൂടെ വരുമോ? എന്റെ കൂടെ ഒന്ന് വരുമോ? ഫൽനുജദ്ദിദ് ഈമാനനാ, നമുക്ക് നമ്മുടെ ഈമാൻ ഒന്ന് ശക്തിപ്പെടുത്താം, നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ എന്നൊരാൾ മറ്റൊരാളോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും നടന്നു പോകുന്നത് എങ്ങോട്ടാണ്? അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയിരിക്കും. എന്നിട്ടൊരാൾ മറ്റൊരാളോട് പറയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്. ഫയതദാക്കറൂൻ, അവർ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പരസ്പരം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസുകൾ അവർ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി അവരിയ്ക്കും. അങ്ങനത്തെ മജ്ലിസ് സംഘടിപ്പിക്കപ്പെടണം. ദിക്റിന്റെ മജ്ലിസുകൾ, അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും മുഅ്മിനീങ്ങളായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അള്ളാഹുവിനോടുള്ള ഈമാനിനെ നിലനിർത്താനുള്ള തസ്കിയത്തുൻ നഫ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ അദ്കിയയിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ അദ്കിയയിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഖദ് അജ്മഅൽ ഉറാഫു ജുല്ലൂഹും അലാ അൻ അഫ്ളലത് ത്വാഅതി ലില്ലാഹിൽ ഉലാ. قد أجمع العراف جلوهم على أن أفضل الطاعات لله العلا حفظ لأنفاس يكون دخولها وخروجها بالله في الملأ الخلا. ഒരു മനുഷ്യന് ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ്? നിസ്കാരത്തിലധികം നോമ്പിലപ്പുറം അവന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും പരിശുദ്ധമായ അമലിനെ കുറിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഖദ് അജ്മഅൽ ഉറാഫ്, ആരിഫീങ്ങളായ മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുണ്ട്, കുല്ലുഹും അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അൻ അഫ്ളലത് ത്വാആത്ത്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ അമലേതെന്ന ചോദ്യത്തിന് ആരിഫീങ്ങളായ ആളുകളെല്ലാം കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അയ്യകൂനല്ലാഹ്, അവന്റെ ജീവിതത്തിലെല്ലാം അള്ളാഹു എന്ന വിചാരം കടന്നു വരുന്നതോടൊപ്പം അവന്റെ ശ്വാസനിശ്വാസങ്ങൾ, ഒരു ശ്വാസം പുറത്തു വരുന്നത് പോലും അല്ലെങ്കിൽ ആ ശ്വാസം അകത്തു കടക്കുന്നത് പോലും അല്ലാഹ് എന്ന പേരിലാവലാൻ. അള്ളാഹുവിന്റെ വിചാരത്തിൽ ശ്വാസോച്ഛ്വാസം പോലും നിയന്ത്രിക്കപ്പെടുന്നതിന്റെ പേരാണ് തസ്കിയത്തുൻ നഫ്സിന്റെ പരിണാമം എന്ന് പറയുന്നത്. അതാണ് ആത്മസംസ്കരണത്തിന്റെ വലിയ ഓർമ്മപ്പെടുത്തൽ, അതാണ് ആത്മസംസ്കരണത്തിന്റെ വലിയ പാഠം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ സർവ്വതലങ്ങളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത് അതാണ്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ, പടച്ചവനിലേക്ക് അവരെ ശ്രദ്ധയെ തിരിക്കുന്നത് കാണാം. ഒരിക്കൽ നോക്കൂ, മഹാനായ ബറാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി തങ്ങളോടുകൂടെ സഞ്ചരിക്കുമ്പോൾ, മദീനയിലൂടെ നബി തങ്ങളോടുകൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ, ഫറആ ഖബ്റാ, നബി തങ്ങൾ ഒരു ഖബർ കാണുകയാണ്. അപ്പോൾ എന്റെ കൈ പിടിച്ചു റസൂലുള്ളാഹി തങ്ങൾ, എന്നിട്ട് നേരെ ആ ഖബറിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നു. ഫജലസ ഇൻദഹാ, ആ ഖബറിന്റെ അടുക്കൽ നബി തങ്ങൾ ഇരുന്നു. ഫബകാ
ഹത്താ ബല്ലസറാ, അവിടെയുള്ള മണ്ണ് നനയുന്നത് വരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടേയിരുന്നു മണ്ണ് നനയുന്നത് വരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ ബർറാ ലിമിസ്ലി ഹാദൽ യൗമി ഫഅമലൂ. ബർറാഏ, ഒരു മനുഷ്യൻ ഒരുങ്ങേണ്ടത് ഇവിടെ കടക്കേണ്ട ദിവസത്തിനു വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു പോകേണ്ട ദിവസത്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ തയ്യാറാവേണ്ടത്. ബർറാ, അങ്ങനത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഖബറുകളുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ അറിയപ്പെട്ട 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. അബൂ ഹാമിദുൽ ഗസാലിയുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട് ബഹുവന്യരായ തന്റെ ശിഷ്യന്മാരിലൊരാൾ. എന്നിട്ട് വന്നുകൊണ്ട് പറയുന്നു, ബഹുവന്യരായ അബൂ ഹാമിദുൽ ഗസാലി, എനിക്കേറെ പ്രിയപ്പെട്ടവരായ ഗുരുവന്യരെ, ഗുരുവര്യരായ ബഹുവന്യരായ പണ്ഡിതരെ, ഒരുപാട് കാലമായി ഞാൻ അങ്ങയോടുകൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയിൽ നിന്ന് പഠിച്ചെടുത്ത വിജ്ഞാനങ്ങൾ എഴുതിയെടുത്തിട്ട് എന്റെ പുസ്തകങ്ങൾ എത്രയോ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ യുവത്വത്തിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുമ്പോൾ, എന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, എനിക്ക് ബേജാറാവുകയാണ്. എനിക്കെന്തു ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്കൊന്ന് എഴുതിത്തരുമോ? എന്നെ സ്വന്തമായി ഒന്ന് ഉപദേശിക്കുമോ? അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ കുട്ടിക്ക് എഴുതി കൊടുത്ത പുസ്തകമാണ് അയ്യുഹൽ വലദ്, ഓ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ടവനായ ശിഷ്യ എന്നെഴുതിയിട്ട് അവിടുന്ന് എഴുതിയ പുസ്തകം. ഇന്ന് നമ്മുടെ കലാലയത്തിലെ കോളേജിലെ വിദ്യാർത്ഥികൾ ചെറുപ്പ ക്ലാസുകളിൽ തന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അയ്യുഹൽ വലദ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ യുവപ്രായത്തിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ബഹുവന്യനായ തന്റെ ശിഷ്യനോട് അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി റഅയ്തു ഫീ ഇൻജീലി ഈസാ, മോനെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇൻജീൽ എന്ന ഗ്രന്ഥം കാണാൻ നിന്റെ ബഹുവന്യരായ ഉസ്താദിനൊരു അവസരം ലഭിച്ചപ്പോൾ, ഈ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കി കൊടുത്ത ഇൻജീൽ എന്ന ഗ്രന്ഥം എനിക്ക് വായിക്കാൻ അവസരം ലഭിച്ചപ്പോൾ, ഫറഅയ്തു ഫീഹാ, ആ ഇൻജീലിൽ എനിക്ക് കാണാൻ സാധിച്ചതെന്തെന്നറിയുമോ? അന്നൽ മയ്യിത ഇദാ വുദിഅ അലൽ ജനാസ, ഒരാളങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടയാളുടെ മയ്യത്തെടുത്തുകൊണ്ട് ജനാസയുടെ കട്ടിലിലങ്ങ് വെച്ചു കഴിഞ്ഞാൽ, ഏറ്റിക്കൊണ്ടുപോകുന്ന കട്ടിലിലേക്ക് ആ മയ്യത്തങ്ങ് എടുത്തു വെച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് 3 തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മളെ മയ്യത്തുകട്ടിലങ്ങ് എടുത്തു വെച്ചു കഴിഞ്ഞാൽ, ഹത്താ ഖബറാകുന്ന വീട്ടിലേക്ക് ഏറ്റിക്കൊണ്ടുപോകപ്പെടുന്ന സന്ദർഭമില്ലേ? അങ്ങനെ ഖബറിലേക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ യസ്അലുഹു തആല 40 സുആലാ, ആ അടിമയോട് അല്ലാഹു 40 ചോദ്യങ്ങൾ ചോദിക്കുമത്രേ. വീട്ടിൽ നിന്ന് മയ്യത്തു കഫം പുടവയിൽ പൊതിഞ്ഞെടുത്ത മയ്യത്തിനെ ജനാസ കട്ടിലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ, ഖബറിലെത്തുന്നതിന്റെ മുമ്പ് അല്ലാഹു ചോദിക്കുന്നത് 40 സുആല, 40 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഖബറിന്റെ വക്ക് വരെ നമ്മൾ എത്തുന്നില്ല.
അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടവരാണ്, അഭിമുഖീകരിക്കേണ്ടവരാണ്. വീട്ടിൽ നിന്ന് മയ്യത്തെടുത്തുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു ചോദിക്കുന്ന 40 ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം, യാ അബ്ദീ, ഓ എന്റെ പ്രിയപ്പെട്ട അടിമ, ത്വഹർത മൻളറന്നാസി സിനീൻ, കൊല്ലങ്ങളോളം നിന്റെ ഹൃദയം, നിന്റെ മുഖം നീ സുന്ദരമാക്കി കൊണ്ടു നടന്നവനാണ്. നിനക്ക് ഞാൻ പ്രധാനമായും 2 അവയവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരടിമയോട് രക്ഷിതാവായ അല്ലാഹുവിന് പറയാനുള്ള വാക്കിതാണ്, നിനക്ക് ഞാൻ 2 അവയവങ്ങൾ പ്രധാനമായി തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നിന്റെ മുഖമായിരുന്നു, മറ്റൊന്ന് നിന്റെ ഹൃദയമായിരുന്നു. നിന്റെ മുഖം ലിതആറഫൂ ബൈനഹും, അത് ആളുകൾക്ക് കാണാനും തിരിച്ചറിയാനും വേണ്ടി തന്നതായിരുന്നു. നിന്റെ ഉമ്മക്കറിയണം, പടച്ചവനെ ഇതെന്റെ മോനാൻ. നിന്റെ പിതാവിന് തിരിച്ചറിയണം, ഇതെന്റെ മകനാൻ. നിന്റെ നാട്ടുകാർക്ക് തിരിച്ചറിയണം, ഇത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. നിന്റെ കുടുംബക്കാർക്ക്, സുഹൃത്തുക്കൾക്ക് തിരിച്ചറിയണം, ഇത് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടയാളാണ്. അങ്ങനെ മനസ്സിലാക്കാനാണ് നിനക്ക് മുഖം തന്നത്. അതെല്ലാവർക്കും കാണാനുള്ളതായിരുന്നു. എന്നാൽ അല്ലാഹു പ്രധാനമായി തന്ന 2 അവയവങ്ങളിൽ ഒന്ന് നമ്മുടെ മുഖമാണ്, രണ്ടാമത്തേത് ഹൃദയമാണ്. അല്ലാഹുവിന്റെ ചോദ്യം ഇതാണ്, നിനക്ക് ഞാൻ തന്ന മുഖം എത്രയോ മണിക്കൂറുകൾ സുന്ദരമാക്കി എടുത്തുകൊണ്ട് നീ ആളുകൾക്കിടയിലൂടെ നടന്നു പോയല്ലോ, ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചുവല്ലോ. നിന്റെ കൂട്ടുകാര് കാണാൻ, കൂട്ടുകാരികൾ കാണാൻ, നിന്റെ അയൽപ്പക്കക്കാര് കാണാൻ, അങ്ങാടിയിലുള്ളവർ കാണാൻ, നിന്നെ കാണുന്നതാണ് ഇഷ്ടപ്പെടുന്നവർ കാണാൻ, സുന്ദരമായ മുഖവുമായി എത്രയോ തവണ നീ നടന്നതാണ്. ആഴ്ചയിലല്ല, മാസത്തിലല്ല, എത്രയോ തവണകളായി നീ ബാർബർ ഷോപ്പിലും അല്ലാതെയും ബ്യൂട്ടി പാർലറിലുമായി മണിക്കൂറുകൾ കണ്ണാടിക്ക് മുമ്പിൽ ചെലവഴിച്ചിട്ടുണ്ട്, അത് ആളുകൾക്ക് കാണാനുള്ള മുഖം സുന്ദരമാക്കാൻ. എന്നാൽ നിനക്ക് ഞാനൊരു ഹൃദയം തന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നിനക്ക് ഞാനൊരു ഹൃദയം തന്നതെന്നറിയുമോ? അതെന്നെ ആലോചിക്കാനാണ്, എന്നെ കുറിച്ച് ചിന്തിക്കാനാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ മുഖഭംഗിയോ നിങ്ങളുടെ ആരോഗ്യമോ അല്ലാഹു നോക്കുന്നേയില്ല. പടച്ച റബ്ബ് നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ഓ മയ്യത്തുകട്ടിലിൽ കിടന്നുകൊണ്ട് എന്റെ ചാരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ, ചോദിക്കട്ടെ, നിനക്ക് ഞാനൊരു മുഖം തന്നിട്ടുണ്ടായിരുന്നു, ആളുകൾക്ക് കാണാനുള്ള മുഖം. എത്രയോ തവണ നീ സുന്ദരമാക്കി കൊണ്ടു നടന്നപ്പോൾ, വലം തുതഖിർ മൻളരി സാഅ, നിനക്ക് ഞാൻ തന്ന ഒരു നല്ല ഹൃദയമുണ്ടായിരുന്നു. അതാർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്തല്ല, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് ഞാൻ ആ ഹൃദയം സംവിധാനിച്ചത്. എന്തിന്? എന്നെ ഓർക്കാൻ, എന്നെ കുറിച്ച് ചിന്തിക്കാൻ. അല്ലാഹുവേ എന്നാലോചിച്ചു കരയാൻ നിനക്ക് ഞാൻ ഒരു ഹൃദയം തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഹൃദയത്തിൽ എന്നെ ആലോചിക്കണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നിലേക്ക് കടന്നു വരുന്ന മനുഷ്യ, എന്നിലേക്ക് മരണപ്പെട്ടു വരുന്ന മയ്യിത്തേ, ചോദിക്കട്ടെ, എത്ര തവണ നീ എന്നെ കുറിച്ച് ആലോചിച്ചു? വലം തുതഖിർ മൻളരി സാഅ, ആളുകൾ കാണുന്ന മുഖത്തെ സുന്ദരമാക്കി കൊണ്ടു നടന്നപ്പോൾ എനിക്ക് കാണാനുള്ള ഹൃദയം കൂടി സുന്ദരമാകട്ടെ എന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു ആദ്യമായി ഖബറിലേക്ക് കൊണ്ടുപോകുന്ന മയ്യിത്തിനോട് ചോദിക്കുന്ന 40 ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യമാണെന്ന് അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ദീൻ എങ്ങനെയാണ്? മനുഷ്യന്റെ ഹൃദയത്തെ സുന്ദരമാക്കി കൊണ്ടു നടക്കാനാണ് ഈ ദീനിന്റെ അടിസ്ഥാന പ്രമേയം തന്നെ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിൽ 11 തവണയാണ് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞത്. അങ്ങനെ ഒരു സൂറത്ത് മറ്റൊന്നിറങ്ങിയിട്ടില്ല. 11 തവണ സത്യം ചെയ്ത് അല്ലാഹു ഒരു കാര്യം സമർപ്പിച്ച മറ്റൊരു കാര്യം ലോകത്ത് വന്നിട്ടില്ല. അത് ആത്മസംസ്കരണത്തെ കുറിച്ചാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു കാര്യവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. 11 തവണ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറയുന്നു. അതിൽ സൂര്യനുണ്ട്, ഭൂമിയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്, മനുഷ്യനുണ്ട്, ഭൂമിയിലുള്ള മുഴുവൻ ചരാചരങ്ങളുണ്ട്. എല്ലാം കൊണ്ടും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആരാണോ ശരീരത്തെ സുന്ദരമാക്കി സംസ്കരിച്ചുകൊണ്ട് നടക്കുന്നവൻ അവനാണ് വിജയിക്കുന്നവൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ ശരീരത്തെ മലിനപ്പെടുത്തിയവൻ അവൻ പരാജയപ്പെട്ടു പോയവനാണ്. ഇത് പറയാനാണ് മൂസാ നബി അലൈഹിസ്സലാമയോട് വന്നത്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇത് പറയാനാണ് മൂസാ നബി അലൈഹിസ്സലാം വന്നത്. ഇത് പറയാനാണ് ഇബ്രാഹിം നബി വന്നത്. ഇത് പറയാനാണ് മുൻകഴിഞ്ഞ വേദങ്ങളെല്ലാം വന്നത്. ശുദ്ധമാകേണ്ടത് ഹൃദയങ്ങളാണ്. ആത്മസംസ്കരണം നടത്തേണ്ടത് ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇടക്കിടക്ക് ജീവിതത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. ഇന്നിന്റെ പരിശുദ്ധമായ റബീഉൽ ആഖിറിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത്. ആ ഒരു ഹൃദയ വസന്തത്തിൽ നിന്ന് മഹാനായ അബ്ദുൽ ഖാദിർ എന്ന ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം. അബ്ദുൽ ഖാദിർ എന്ന ചെറുപ്പക്കാരൻ അവിടെ ബഗ്ദാദിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. അബ്ദുൽ ഖാദിർ ഒരു വിദ്യാർത്ഥിയായി പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ അധ്യാപകൻ വലിയ ഒരു പ്രൊജക്ട് സമർപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു പരീക്ഷണം ഏൽപ്പിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ഒരു അറത്താൽ ഭക്ഷിക്കാവുന്ന ഒരു കിളിയെയും ഒരു കത്തിയും നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ ഏതെങ്കിലും മൂലകളിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ ഈ നമ്മുടെ ഈ പഠനശാലയുടെ ഏതെങ്കിലും മൂലകളിലേക്ക് സഞ്ചരിച്ചു ചെന്നോളൂ. എന്നിട്ട് ആരും കാണാത്ത സ്ഥലത്ത് പോയി നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച പക്ഷികളെ അറുത്തുകൊണ്ടുവരൂ എന്ന് ഈ അധ്യാപകൻ, വലിയ ബുദ്ധിമാനായ അധ്യാപകൻ, തന്റെ കുട്ടികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. നിങ്ങൾക്ക് ഞാനൊരു പരീക്ഷ വെക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇതാ ഒരു പ്രൊജക്ട് നൽകുകയാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ജീവനുള്ള പക്ഷികളുണ്ട്, അറക്കാൻ മൂർച്ചയുള്ള കത്തികളുണ്ട്. ഇനി ക്യാമ്പസിന്റെ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും മൂലയിൽ ചെന്ന് ആരും കാണാത്തൊരു സ്ഥലത്തു ചെന്നുകൊണ്ട് ഈ പക്ഷികളെ മുഴുവൻ അറുത്തു കൊണ്ടുവരുമോ എന്ന് ഈ ബഹുമന്യരായ പണ്ഡിതൻ വല്ലാത്ത ഒരു പരീക്ഷണം നടത്തുകയാണ്. വിദ്യാർത്ഥികൾ ഓടിപ്പോയി ക്യാമ്പസിന്റെ പല ഭാഗങ്ങളിൽ ചെന്നു, പല ഇരുട്ടുള്ള മൂലകളിൽ ചെന്നു, ചിലർ മരച്ചുവട്ടുകളിലേക്ക് ചെന്നു. അങ്ങനെ പക്ഷികൾ അറുക്കാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വിദ്യാർത്ഥികളെല്ലാം ചോരയിറ്റുന്ന കത്തികളും അറുത്തെടുത്ത പക്ഷികളുമായി ഓടി വന്നു അധ്യാപകന്റെ മുമ്പിൽ വന്നു നിന്നു. അധ്യാപകൻ ചോദിച്ചു, നിങ്ങളൊക്കെ അറുത്തോ? അതെ. എന്നിട്ട് അബ്ദുൽ ഖാദിർ എവിടെ? അബ്ദുൽ ഖാദിർ ഇപ്പോഴും മടങ്ങി വന്നിട്ടില്ല. കുട്ടികൾക്ക് വലിയ സന്തോഷമായി. എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങാറുള്ള അബ്ദുൽ ഖാദിർ ഇന്നെങ്കിലും ഒന്ന് പരാജയപ്പെടണമല്ലോ, ഇന്നെങ്കിലും ഒന്ന് തോറ്റുകൊടുക്കണമല്ലോ. അബ്ദുൽ ഖാദിർ എന്നെങ്കിലും ഒന്ന് പരീക്ഷണത്തിൽ ഇവിടെ പരാജയപ്പെടട്ടെ. അവര് സന്തോഷത്തോടുകൂടെ നിൽക്കുമ്പോൾ അറുക്കാത്ത പക്ഷിയെയും പിടിച്ചുകൊണ്ട് മറ്റേ കയ്യിൽ കത്തി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അബ്ദുൽ ഖാദിർ എന്ന ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി ഓടി വന്നു.
എന്നിട്ട് പറഞ്ഞു, ബഹുവന്യരായ ഗുരുവേ, എനിക്കിതിനെ അറുക്കാൻ കഴിയുന്നില്ല. ആരും കാണാത്ത ഈ ക്യാമ്പസിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നുകൊണ്ട് ഈ പക്ഷിയെ അറക്കാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് സാധ്യമല്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ ഗുരു ചോദിക്കുന്നു, അതെന്തേ നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും എവിടെ പോയി അറുക്കാൻ ശ്രമിച്ചാലും ഈ ക്യാമ്പസിൽ എന്നല്ല, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എവിടെ ചെന്നു ഞാൻ ഈ പക്ഷിയെ അറുത്താലും അല്ലാഹു എന്നെ കാണുമല്ലോ, അല്ലാഹുവിനെ കാണാതെ എനിക്ക് അറക്കാൻ കഴിയില്ലല്ലോ എന്ന് ഈ വിദ്യാർത്ഥി പറയുകയാണ്. ഈ വിദ്യാർത്ഥിയെ കുറിച്ചാണ് ഒരു ജനുവരി 26 റിപ്പബ്ലിക് ഡേ പ്രഭാഷണത്തിൽ മുൻകഴിഞ്ഞ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രഭാഷണം നടത്തിയപ്പോൾ അന്നവിടുന്ന് പറഞ്ഞിരുന്നു, എന്റെ പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, വിശ്വാസികളായ വിശ്വാസികളും അല്ലാത്തവരുമായ സഹോദരങ്ങൾക്ക് ഞാനൊരു അബ്ദുൽ ഖാദറിന്റെ കഥ പറഞ്ഞു തരാം. ആ ബഗ്ദാദിൽ ജീവിച്ചുപോയി അവിടെ അസ്തമിച്ചുപോയ ഒരു കാലപുരുഷന്റെ കഥ. ആ കാലപുരുഷനിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് സത്യസന്ധതയുടെ പാഠമാണ്. അബ്ദുൽ ഖാദറിന്റെ സത്യസന്ധതയുള്ള ഇന്ത്യക്കാരിവിടെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഇന്ത്യയെ അന്ന് നമുക്ക് സ്വപ്നം കാണാം എന്ന് APJ അബ്ദുൽ കലാം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ബഗ്ദാദിന്റെ വെളിച്ചമായി 100,000 പേരെ, അതിൽ 50,000 ജൂത ക്രൈസ്തവന്മാരെ ജീവിതം കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കൊണ്ടുവന്ന ബഹുവന്യരായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതൊരു ജീവിത വിപ്ലവമായിരുന്നു. അതൊരു ആത്മീയമായ അനുരാഗത്തിന്റെ ജീവിതത്തിന്റെ വല്ലാത്ത ഒരു കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെയാണ് വിജ്ഞാനത്തിന്റെ അധികപ്പറ്റുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏറ്റവും നല്ല മനുഷ്യൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ഒരു മനുഷ്യന്റെ നന്മ തീരുമാനിക്കപ്പെടുന്നത് അയാൾ ബുദ്ധിയിൽ പഠിച്ചു വെക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതിവിടെ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. ഇന്നിപ്പോ പിഞ്ചോമന മക്കൾക്ക് വലിയ കെട്ടുള്ള പുസ്തകക്കെട്ട് ബാഗിൽ കയറ്റിക്കൊടുത്ത് വിട്ടതുകൊണ്ട് കാര്യമില്ല. മൂല്യം നഷ്ടപ്പെട്ടത് വിജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല. പലരും അങ്ങനെയാ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. വിവരമില്ലായ്മ കൊണ്ടാണ് ഇവിടെ ഈമാൻ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈമാൻ നിലനിൽക്കാത്തത്. അത് വിഡ്ഢിത്തരമാണ്. വിവരം അത്യാവശ്യത്തിന് വിവരമുണ്ടാകണം. പക്ഷേ അനാവശ്യമായി വിവരങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വിവര സാങ്കേതിക വിദ്യ കൂടി വന്നപ്പോൾ, ആളുകൾക്ക് വിജ്ഞാനം വർദ്ധിച്ചപ്പോഴല്ലേ തിന്മകൾ അധികരിച്ചത്. വിജ്ഞാനത്തിന്റെ കുറവിവിടെ ആർക്കുമില്ല. പിന്നെ ഉള്ളതെന്താണ്? അത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ആത്മസംസ്കരണത്തിന്റെ പാഠം ഇവിടെ ഓതിക്കൊടുക്കുമ്പോ, ആ വിഷയം ഞാൻ ഇവിടെ പറയുമ്പോ അതിന്റെ അടിസ്ഥാനപരമായി പറയട്ടെ, ഇൽമു കൊണ്ടല്ല, ഇൽമു കൊണ്ടാണ് ഒരു മനുഷ്യൻ ഉന്നതനാകുന്നതെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേറെ ഉന്നതനാകണമായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേറെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബികൾ ഉന്നതന്മാരാകണമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞത്, അബൂബക്കറിന്റെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ ലറജഹ ഈമാനു അബീബക്കർ, എന്റെ അബൂബക്കറിന്റെ ഈമാൻ കനം തൂങ്ങുമെന്നാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാനും അബൂബക്കറിന്റെ ഈമാൻ മറ്റൊരു ഭാഗത്ത് വെച്ചാൽ എന്റെ അബൂബക്കറിന്റെ ഈമാനാണ് അധികം കനം തൂങ്ങുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ മനഃപ്പാഠമുള്ള പണ്ഡിതനല്ല, ഹദീസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയല്ല. പിന്നെ എന്താണ്? മാ ഫളല അലൈക്കും അബൂബക്കർ ബികസ്റതി സ്വലാത്തിൻ വലാ സിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങളെക്കാൾ ഉത്തമനായത് കുറെ നിസ്കരിച്ചതുകൊണ്ടോ നോമ്പനുഷ്ഠിച്ചതുകൊണ്ടോ വിജ്ഞാനമുണ്ടായതുകൊണ്ടോ അല്ല. വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. അബൂബക്കറിന്റെ ഹൃദയത്തിലുള്ള ഈമാൻ, ആ ഈമാനിന്റെ പവർ കൊണ്ടാണ്, വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ് അബൂബക്കർ നിങ്ങളിൽ ഉത്തമനാകുന്നതെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്
അവിടത്തോടുള്ള അനന്തമായ സ്നേഹമാണല്ലോ അബൂബക്കർ കാണിച്ചത്. നോക്കൂ നിങ്ങൾ, സ്വന്തം മകളല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അബൂബക്കറിന്റെ മകളല്ലേ, റളിയല്ലാഹു അൻഹുവിന്റെ മകളല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി തങ്ങൾ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു വന്നപ്പോ മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു, അതാ ആയിഷ ബീവി കടന്നു വന്നത് സഫ്വാൻ ഇബ്നു മുഅത്തലിന്റെ ഒട്ടകപ്പുറത്താണ്. ആയിഷ ബീവിയും ചെറുപ്പക്കാരനായ സഫ്വാൻ ഇബ്നു മുഅത്തലും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്ന് ഈ നബിക്കെന്തറിയാനാണ് എന്നവർ പരിഹസിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഇൽഹഖീ ബിഅഹ്ലികി, ആയിഷ വീട്ടിലേക്ക് പോയിക്കോ. ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെക്കുറിച്ച് നീ വ്യഭിചരിച്ചെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വരെ അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ മഹദിയായ ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമില്ലേ. പിന്നെ ഒരു മാസം ആയിഷ ബീവി കരച്ചിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നും കയറി വരാറുണ്ട് വീട്ടിൽ. ആയിഷ ബീവി അങ്ങനെ കടക്കുകയാണ്. ഇടക്ക് വിചാരിക്കും, ആയിഷ നീ മരിച്ചുപോയോ? ഇല്ല ഉപ്പാ, ജീവൻ ബാക്കിയുണ്ട്. റസൂലുള്ള എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞോ? ആയിഷ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മാസം മുഴുവൻ തന്റെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ആയിഷ കടന്നപ്പോ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ചെന്നിട്ട്, അല്ല നബിയേ, എന്റെ മകൾ അങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അബൂബക്കർ ചോദിച്ചില്ലെന്ന് മാത്രമല്ല, നബിയെ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ സ്വഹാബികൾക്ക് വലിയ സംശയമായിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കൽ കൂടി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി കൂടെ എന്ന് പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. എന്തേ കാരണം? അവിടുത്തെ വിശ്വാസം അത്രമേൽ പ്രധാനമാണ്. റസൂലുള്ളാഹിക്ക് ഇതെല്ലാം അറിയാമെന്ന് അബൂബക്കറിനറിയാം. നബി തങ്ങൾ വെറുതെ ഇങ്ങനെ ചെയ്യില്ലെന്നറിയാം. ഒരിക്കൽ പോലും ഒരു ബാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നബിയേ ആയിഷയെ ഒന്ന് മടക്കുമോ, വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുമോ എന്ന് അബൂബക്കർ ചോദിച്ചില്ലല്ലോ. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഗാർ സൗറിന്റെ ഉള്ളിലിരിക്കുമ്പോൾ, സൗർ ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോൾ ശത്രുക്കളായ ആളുകൾ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അവരുടെ കുതിരക്കുളമ്പടി ഇങ്ങനെ കാണുകയാണ്. സിദ്ദീഖുൽ അക്ബർ പറയുന്നുണ്ടല്ലോ, യാ റസൂലല്ലാഹ്, ലൗ അന്ന അഹദുഹും ലൗ നളറ ഇലാ തഹ്തി ഖദമൈഹി, അവരിൽ ആരെങ്കിലും ഒരാളൊന്ന് താഴെ ഇറങ്ങിയിട്ട് താഴ്ഭാഗത്തിരുന്നൊന്ന് നോക്കിയാൽ ലറആനാ, നമ്മളെ കാണുമല്ലോ നബിയെ. എന്റെ കാര്യം എനിക്ക് വിഷമമില്ല, പക്ഷേ നിങ്ങളെ കണ്ടാൽ എന്റെ നബിയെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുന്നല്ലേ ഉള്ളൂ, നിങ്ങളാ ശത്രുക്കൾ കാണുമോ എന്നെനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖിനെ പിടിച്ച് പറഞ്ഞതെന്താണ്? യാ അബൂബക്കർ, അബൂബക്കറേ, മാ വന്നുക ബിസ്നൈൻ, എന്തേ നീ വിചാരിച്ചത് രണ്ടുപേര് ഈ ഗുഹയിലിരിക്കുന്ന നമ്മൾ മാത്രമാണോ ഇവിടെയുള്ളത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനെ കുറിച്ച് നിനക്ക് ബോധമില്ലേ? ആ ബോധം ഇടക്കിടക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അബൂബക്കറിന്റെ മനസ്സിലേക്ക്. അതുകൊണ്ട് തന്നെ അവിടെ വിഷമമില്ല. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ സ്വർഗ്ഗത്തിലെ ഭാര്യയാവേണ്ടവളാണ്. ഉമ്മുൽ മുഅ്മിനീങ്ങൾ മുഴുവൻ നബി തങ്ങളുടെ സ്വർഗ്ഗത്തിലെ ഭാര്യമാരാവേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്. കൂടുതൽ അമല് ആയിഷ ബീവി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിഷക്ക് റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ വരണമെങ്കിൽ നന്നായി അമൽ ചെയ്യേണ്ടി വരും. എന്താണ് അമൽ? ആയിഷ നല്ലവണ്ണം ക്ഷമിക്കട്ടെ. ഒരു മാസക്കാലം ആയിഷ ബീവി കരഞ്ഞുകൊണ്ടേയിരുന്നു. തന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾ കേട്ട് വല്ലാതെ മനസ്സ് വേദനിച്ചു, കരഞ്ഞുകൊണ്ടിരുന്നു. ഇബാദത്താണ്, ക്ഷമയാണത്. ക്ഷമയെന്ന ഇബാദത്ത് കൊണ്ട് നാളെ എന്റെ കൂടെ ആയിഷ വരട്ടെ എന്ന് അല്ലാഹു
അല്ലാഹുവിന്റെ റസൂൽ തീരുമാനിച്ചിരിക്കാമെന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധമുണ്ട്. അതാണ് ഈമാൻ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഹുദൈബിയ സന്ധി നടന്ന സന്ദർഭത്തിൽ മഹാന്മാരായ സ്വഹാബാ കിറാമിനെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അല്ല സ്വഹാബാ, നിങ്ങൾക്കൊക്കെ ഹജ്ജ് ഉംറ ചെയ്യാൻ ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് കഅബ കാണാൻ ആഗ്രഹമില്ലേ? സുബ്ഹാനല്ലാഹ്, വർഷങ്ങളായില്ലേ നബിയെ കഅബയൊന്ന് കണ്ടിട്ട്? ഞങ്ങളിതാ വന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളത്തുണിയും ഉടുത്തു ചുറ്റിയിട്ട് 470 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഹുദൈബിയയിൽ എത്തി നിൽക്കുമ്പോ ഇനി 30 കിലോമീറ്റർ കൂടി കടന്നു ചെന്നാൽ അതാ കഅബാലയത്തിന്റെ നാട്ടിലെത്തി, മക്കയിലെത്തി സന്തോഷമായി. 470 കിലോമീറ്റർ സഞ്ചരിച്ചു വന്നിട്ടുണ്ട്. 30 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഇതാ കഅബ കാണാം. അപ്പോഴാണ് വന്നത്, അപ്പോഴാണ് സുഹൈൽ വന്നത്. എന്നിട്ട് കരാറുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഇക്കൊല്ലം ഉംറ പാടില്ല എന്ന്, ഇക്കൊല്ലം ഉംറ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്, ഇക്കൊല്ലം നമുക്ക് ഉംറയില്ലെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽ പലരും വേദനിച്ചല്ലോ, പലരും ചോദ്യം ചെയ്തല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ടാ പറഞ്ഞത്, അല്ല അബൂബക്കറേ, റസൂലുള്ളാഹി നമ്മളോട് എന്തു പറഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് കൊണ്ടുവന്നത്? ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് ഉംറ ചെയ്യാതെ മടങ്ങുകയാണോ? ഒരു പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ പോലും അവിടെ ഒന്ന് ചോദ്യം ചെയ്യപ്പെട്ടുവല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ കൊണ്ടുവന്നത്, എന്നിട്ട് ഉംറ ചെയ്യാതെ മടങ്ങുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്തേ ഇങ്ങനെ സന്ധിക്ക് ഒപ്പിട്ട് കൊടുത്തത് എന്നൊരു ചോദ്യം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും തകരാതിരുന്ന ഈമാൻ, അതാണ് അബൂബക്കറിന്റെ ഈമാൻ, അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞ ഈമാൻ. അവിടെ നിന്ന് പറഞ്ഞു, യാ ഉമർ, ഉമറേ, മക്കയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്, ഉംറ ചെയ്യും എന്ന് പറഞ്ഞതും ശരി തന്നെയാണ്. പക്ഷേ ഉമറേ, നിന്നോട് അല്ലാഹുവിന്റെ റസൂൽ ഇക്കൊല്ലം ഉംറ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ എടോ നീ ഉംറ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് എന്താ പറഞ്ഞത്? ഉംറ ചെയ്യണം എന്നല്ലേ? ഇക്കൊല്ലം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ ഈമാൻ എന്തു ഈമാനാണ് ഉമറേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ മേൽക്കോയ്മ കൊണ്ടൊന്നും, അല്ലെങ്കിൽ ഒരുപാട് ഹാഫിളീങ്ങളായതുകൊണ്ടോ, ഒരുപാട് ആലിമീങ്ങളായതുകൊണ്ടോ, ഒരുപാട് വിജ്ഞാനമുള്ളത് കൊണ്ടൊന്നോ ഒന്നും മുഅ്മിനീങ്ങളെ നമ്മൾ കൂടുതൽ ഹൃദയ സംസ്കരണം നേരിടുന്നില്ല. പിന്നെ ആത്മീയമായ സംസ്കരണം വരുന്നതിന് ഈമാൻ പ്രധാനമായ ഘടകം തന്നെയാണ്. വിജ്ഞാനം കൊണ്ട് ഏറ്റവും ഉന്നതനാകുമായിരുന്നെങ്കിൽ മഹദിയായ ഖദീജത്തുൽ കുബ്രക്ക് എന്തു വിജ്ഞാനമാണുള്ളത്? മഹദിയായ ഖദീജ ആരാണ്? അർബഉൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്നah, സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന സ്ത്രീകളുടെ നേതാക്കൾ 4 പേരാണ്. ഒന്നെന്റെ ഖദീജയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഖദീജ ബീവിക്ക് എത്ര ഈമാനുണ്ട്, എത്ര സുന്ദരമായ ഈമാനാണ് അവിടുന്ന് കാണിച്ചു വെച്ചത്. എന്നാൽ അവിടുത്തെ വിജ്ഞാനം എത്രയാണ്? ഇൽമിന്റെ കൂടുതൽ അവർക്കില്ല, പക്ഷേ ഈമാൻ അതിശക്തമാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്നത് കാണാം, അലൈക്കും ബിഈമാനിൽ അജായിസ്, നിങ്ങളുടെ ഈമാൻ വൃദ്ധകളുടെ ഈമാനാവണം, വല്യമ്മമാരുടെ ഈമാനാകണം നിങ്ങൾക്കുണ്ടാവേണ്ടത്. ആലിമീങ്ങളുടെ ഈമാൻ എന്ന് പറഞ്ഞില്ല, വിവരമുള്ളവരുടെ ഈമാൻ എന്ന് പറഞ്ഞില്ല, നിസ്കാരം നിലനിർത്തുന്നവരുടെ ഈമാൻ എന്ന് പറഞ്ഞില്ല, എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ ഈമാൻ എന്ന് പറഞ്ഞില്ല. പകരം അലൈക്കും ബി ഈമാനിൽ അജായിസ്, വല്യമ്മമാരുടെ ഈമാനാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്താണ് വല്യമ്മമാരുടെ ഈമാൻ? അവരുടെ ഈമാനിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഉറച്ച വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ടാകും എന്നത്
എന്നത് കൊണ്ടാണ് അവരുടെ ഈമാൻ നമുക്ക് വേണം എന്ന് പറയുന്നത്. ഇന്നിപ്പോ കണ്ടില്ലേ, നമ്മുടെ ഈമാനൊക്കെ തെറ്റിപ്പോവുകയാണ്. 1 മണിക്കൂർ ഒരു CD കേൾക്കുമ്പോഴേക്ക് ഈമാൻ മാറുന്നു. ചെറുപ്പക്കാര് പ്രസ്ഥാനം മാറാൻ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഇവന്റെ ഈമാൻ തെറ്റാൻ. പിന്നെ ഇവനക്ക് കുനൂത്തിൽ കയ്യുയരുന്നില്ല, പിന്നെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്കിരിക്കാൻ കഴിയുന്നില്ല. പൊന്നുമോനെ, പ്രപിതാക്കന്മാർ വഴി പഠിപ്പിച്ചു പോന്ന പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ നിന്റെ ഈമാനിനെ മാറ്റാൻ 1 മണിക്കൂറിന്റെ ഒരു പ്രസംഗത്തിന് സാധിക്കുമെങ്കിൽ അലൈക്കും ബി ഈമാനിൽ അജായിസ്, നിന്റെ ഈമാൻ അവിടെ പൂർത്തിയായിട്ടില്ല. അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പരിപൂർണമായ സംസ്കരണം സാധ്യമാകാത്ത ഈമാൻ കൊണ്ട് നടക്കുന്നത് കൊണ്ടാ പ്രശ്നം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഹൃദയ സംസ്കരണത്തിനുള്ള മാർഗങ്ങളെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇടക്കിടക്കെല്ലാം സ്വഹാബത്തിനെ ആ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീവിതത്തിൽ അത്ഭുതം കാണിച്ച മഹാനാണ്. ഈ 1 മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ മഹാനെ ഇവിടെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. സ്വല്ലൈതു സുബ്ഹ ബിവുദൂഇൽ ഇശാഇ 40 ആമാ, 40 കൊല്ലക്കാലത്തോളം ഇശാഇന് ഞാൻ എടുത്ത വുദൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ചു എന്ന്. 40 കൊല്ലക്കാലത്തോളം ഇശാഇന് എടുത്ത വുദൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇതെങ്ങനെ സാധിക്കാനാണ്? ഇത് ഇബാദത്തിന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം സാധിക്കുമോ? ഞാൻ നന്നായി ഇബാദത്ത് ചെയ്യാം എന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം സാധിക്കുമോ? ഇല്ലല്ലോ. അതാണ് ആത്മസംസ്കരണം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ നോക്കൂ, ഒരു കാമൽ നിന്നിട്ടോ രൂഹത്തം തീർത്തോവർ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. ഒരു കാലിൽ നിന്നുകൊണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി ഒരു ഖത്ത് മോദി തീർത്തു. അപ്പൊ ചില പരിഹാസകന്മാര് പറയുകയാണ്, എന്തിനാണ് ഒരു കാലിൽ നിന്നത്? 2 കാലിലും നിന്നങ്ങ് ഓതിക്കൂടായിരുന്നോ? ഒരു ഭാഗത്ത് ഇരുന്നങ്ങ് ഓതിക്കൂടായിരുന്നോ? വിവരമില്ലാത്തവനെ, ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതിയപ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഉറക്കം വന്നു എന്നാണ്. അപ്പൊ എണീറ്റു നിന്നതാണ്. അപ്പോഴും ഉറക്ക് വിടാതായപ്പോൾ ഒരു കാലിൽ അങ്ങ് എണീറ്റു നിന്നുകൊണ്ട് ഖുർആൻ അവസാനിക്കുന്നത് വരെ അങ്ങ് ഓതി തീർത്തതാണ്. അതാണ് മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഹൃദയത്തിനോടുള്ള പോരാട്ടമാണ്, മനസ്സിനോടുള്ള യുദ്ധമാണ്, താല്പര്യങ്ങളോടുള്ള പോരാട്ടമാണ്. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരെങ്കിലും ഹൃദയത്തോട് പോരാടിയാൽ, ഹൃദയത്തോട് യുദ്ധം ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി അവിടെ നിശ്ചയിക്കപ്പെടുകയാണ്. നിന്റെ താല്പര്യം പറയാണ് കുറച്ചുകൂടി കിടന്നുറങ്ങിക്കൂടെ എന്ന്. അപ്പൊ നിന്റെ ഈമാൻ പറയുകയാണ്, എണീക്കടോ, സുബ്ഹി ഖളാ ആവാനായില്ലേ എന്ന്. അവിടെ ഈമാനിനെ അങ്ങ് സെലക്ട് ചെയ്തുകൊണ്ട് താല്പര്യത്തെ അങ്ങ് മാറ്റിവെച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗത്തിലേക്ക് വേഗം കടന്നു പോകാം. നിന്റെ കൂട്ടുകാരികളെല്ലാം മോഡൽ ഡ്രസ് ഇട്ട് കാസിൽ വരികയാണ്. പൊന്നുമോളെ, നീ മാത്രം പർദ്ദയിട്ട് പോകുമ്പോൾ നിന്റെ മനസ്സിന്റെ താല്പര്യം പറയുകയാണ്, എനിക്ക് പുതുതായി നല്ല എടുത്ത ഫാഷൻ ഡ്രസ് എടുത്തു പോകാം. അപ്പൊ നിന്റെ ഈമാൻ പറയുകയാണ്, വേണ്ട, നിന്റെ ശരീരം അന്യാളുകളിൽ കാണിക്കണ്ട, നല്ല പർദ്ദയിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, താല്പര്യത്തെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ഈമാനിനെ അങ്ങ് സ്വീകരിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി അതാണ്. സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാനുള്ള വഴിയതാണ്. അതുകൊണ്ട് അവസരങ്ങളിലെല്ലാം ജീവിതത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ജീവിതമാകലാണ്. നോക്കൂ നിങ്ങൾ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ,
എന്നാണ് എന്നെ പറയുന്നും കേട്ടോവർ ചൊല്ലില്ല ഒന്നുമേ എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ മാനില്ലാതെന്നോവർ. എന്നോട് അല്ലാഹു പറഞ്ഞതല്ലാത്ത ഒരു വാക്കും ഭൂമിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു കൽപ്പിച്ചതല്ലാത്ത ഒരു പ്രവർത്തനവും ഭൂമിയിൽ ഞാൻ ചെയ്തിട്ടില്ലെന്ന് അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന പരിശുദ്ധനായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഒരു ജീവിതം കാണിച്ചു വെച്ചപ്പോഴല്ലേ അങ്ങ് 1900 ശേഷം ബ്രിട്ടീഷുകാരോട് പോരടിക്കാൻ ഇവിടത്തെ മാപ്പിള മക്കൾ ആയുധമേന്തി പുറത്തിറങ്ങിയപ്പോ, യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നപ്പോ, മഹാനായ ആലി മുസ്ലിയാരുടെ കുഞ്ഞായി മരക്കാരുടെ അങ്ങനെ പോരാട്ടത്തിന്റെ വീതിയിലേക്ക് അവരിറങ്ങിയപ്പോ പരിശുദ്ധമായ സൂറത്തു യാസീൻ ഓതിയതിനു ശേഷം മുഹിയുദ്ദീൻ മാല ഓതിയിട്ടാണ് അവർ യുദ്ധക്കളത്തിലേക്ക് ചെന്നത്. കാരണം അവർക്കറിയാം 40 കൊല്ലം അള്ളാഹുവിന് വേണ്ടി ഇശാഇനെടുത്ത വുദൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനായ ഒരു മനുഷ്യൻ നിലനിർത്തിയ ദീനിന്റെ അടിസ്ഥാനം അത് പരിശുദ്ധമാണെന്ന വ്യക്തമായ ബോധം ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അത് ഈമാനിന്റെ ആവേശമാണ്. അത് കെടുത്തിക്കളയാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ഈമാനിനെ വിലയിരുത്തുകയാണ്. എന്നാൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അഖറബുമാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദിൽ കിടക്കുമ്പോഴാണ്. എന്താണ് സുജൂദിൽ കിടക്കുമ്പോഴുള്ള പ്രത്യേകത? സുജൂദിൽ കിടക്കുമ്പോൾ ആ അടിമയുടെ ഹൃദയം മുകളിലും തലച്ചോറടിയിലുമാണ്. ബുദ്ധി താഴെ വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കടോ. ഹൃദയം ചിന്തിക്കാനാണ്, വിശ്വസിക്കാനാണ്. ബുദ്ധിയാണ് നിനക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ളത്. ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കാനുള്ളതല്ല ഈമാൻ. ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിക്കാനുള്ളതാണ്. ഇനി അഥവാ നിന്റെ ഈമാൻ ഹൃദയത്തിൽ ഉറക്കുന്നില്ലേ എങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ, അതിനുള്ള പരിചരണങ്ങൾ എങ്ങനെയാണ്, അതിനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു അൻസ്വാരിയായ പെണ്ണ് കടന്നു വന്നു. എന്നിട്ട് അവർ വന്നുകൊണ്ട് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, യാ ആയിഷ അരിനി ഫിറാശ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ വിരിപ്പൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? അള്ളാഹുവിന്റെ റസൂല് കിടക്കാറുള്ള വിരിപ്പ് എവിടെയെന്നൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അവരിങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് പരുക്കനായ വിരിപ്പാണല്ലോ, അള്ളാഹുവിന്റെ റസൂൽ ഇതിലാണോ ഉറങ്ങാറുള്ളത്? അവര് വേഗം ഇറങ്ങിപ്പോയി തന്റെ വീട്ടിൽ നിന്ന് ഫഅതത് ബിഖിതാഇൻ മിൻ സൂഫ്, നല്ല പരുത്തി കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രസ്സുമായി, ഒരു നല്ല പുതപ്പുമായി അവർ വന്നു. എന്നിട്ട് അതെന്റെ വീട്ടിൽ ഇങ്ങനെ വിരിച്ചിട്ടു. രാത്രിയായപ്പോ അള്ളാഹുവിന്റെ റസൂല് വന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഫഅഖദ മൽജഅഹു, ചെന്ന് കിടക്കാനുള്ള കടപ്പറയിൽ അങ്ങ് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല കടന്നപ്പോൾ വല്ലാത്ത സുഖം അനുഭവപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, യാ ആയിഷ, ആയിഷ എവിടെ നിന്നാണ് ഈ സുഖമുള്ള മാർദ്ദവമായ വിരിപ്പ് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, നബിയേ, അൻസാരിയായ ഒരു പെണ്ണിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങയുടെ കട്ടിലിൽ ഇരുന്നപ്പോൾ പരുക്കനായ വിരിപ്പെന്ന് കണ്ടപ്പോൾ ആ വിരിപ്പങ്ങ് മാറ്റി നല്ല സുന്ദരമായ വിരിപ്പ് വിരിപ്പിച്ചു വെച്ചതാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആ വിരിപ്പിൽ നിന്നങ്ങ് ചാടി എണീറ്റു. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ റുദ്ദീഹി, മോളെ ആയിഷ, ഈ വിരിപ്പങ്ങ് തിരികെ കൊടുത്തേക്കണം. ആ അൻസ്വാരിയത്തായ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഈ വിരിപ്പങ്ങ് തിരികെ കൊടുത്തേക്ക് ആയിഷ. ഫവല്ലാഹി ലൗ അറത്തു, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ലഅജ്റല്ലാഹു മഈ ജിബാല الذهബി വൽ ഫിദ്ദാ, അല്ലാഹു എന്റെ കൂടെ സ്വർഗ്ഗത്തിന്റെ, അല്ലാഹു എന്റെ കൂടെ സ്വർണത്തിന്റെയും വെള്ളികളുടെയും പർവ്വതങ്ങൾ എനിക്ക് വേണ്ടി നടത്തിത്തരുമായിരുന്നു ആയിഷ. എനിക്ക് വേണമെങ്കിൽ അല്ലാഹു സ്വർണത്തിന്റെ മലകളെ എന്റെ കൂടെ നടത്തിത്തരുമായിരുന്നു. നബിയേ, ഉഹുദ് മലയങ്ങ് സ്വർണമാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട, ബൽ അശ്ബഉ യൗമൻ വഅജൂഉ യൗമാ,
എനിക്കൊരു ദിവസം പട്ടിണി കിടന്നാൽ മതി, ഒരു ദിവസം എനിക്ക് ഭക്ഷണം ലഭിച്ചാൽ മതി എന്ന് പറഞ്ഞ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഫാത്തിമയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലെങ്ങനെ കിടക്കുകയാണ്. യാ ഫാത്തിമതു അസ്സലാമു അലൈകി മിൻ അബീക്, ഫാത്തിമ ഉപ്പ ഇദാ വന്നിരിക്കുന്നു, നിനക്ക് സലാമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിന്റെ അകത്തുനിന്ന് ഫാത്തിമ ബീവി എണീറ്റ് വരുന്നുണ്ട്. ശരീരമാകെ മെലിഞ്ഞിട്ടുണ്ട്, കണ്ണുകളിലൊക്കെ കണ്ണുനീരുണ്ട്, വലിയ വിഷമത്തിലാണെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ മോളെ ഇതെന്തു പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മോളിന്നേക്ക് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയുമോ നബിയേ? അലി ഇബ്നു അബീ ത്വാലിബ് പാവപ്പെട്ടവനാണ് നബിയേ. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അലി വല്ലാതെ പ്രയാസപ്പെടുന്നു റസൂലേ. ഇന്നേക്ക് 3-ാമത്തെ ദിവസമാണ്, മകള് പട്ടിണി കിടക്കുകയാണ്, പച്ചവെള്ളം കുടിച്ചുള്ള ജീവിതമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കെട്ടിച്ചുവിട്ട നമ്മുടെ പൊന്നോമന പെൺമക്കൾ, നമ്മളുടെ ഭർത്താവ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ 3 ദിവസം പട്ടിണി കിടക്കുകയാണെന്നറിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങ് കയറി ചെന്നു, എന്നിട്ട് ഫാത്തിമയെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ലക്കി സലാസുൻ വലി അബീകി അർബ. ഫാത്തിമ മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമല്ലേ എന്റെ മോളായിട്ടുള്ളൂ. എന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട്, നിന്റെ വാപ്പ ഇന്നേക്ക് ഭക്ഷണം കഴിച്ചിട്ട് 4-ാമത്തെ ദിവസമാണ്. വഅന അശ്റഫുൽ ഖൽഖ്, ഞാൻ ആരാണെന്നറിയുമോ നബിയെ? അങ്ങില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ പടക്കില്ലായിരുന്നുവെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞയാളാണ്. ഇന്നേക്ക് 3-ാമത്തെ ദിവസമാണ്, 4-ാമത്തെ ദിവസമാണ്. ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് മോളെ എന്ന് പറഞ്ഞു ഒരു മകളെ സമാധാനിപ്പിക്കുന്ന ഒരു പിതാവിനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാ കിറാമിനെ കിട്ടുന്ന അവസരത്തിലെല്ലാം ലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പ്രധാനമായും ഹൃദയ സംസ്കരണത്തിന്റെ 1-ാമത്തെ മുറ അതുതന്നെയാണ്. ഇടയ്ക്കെല്ലാം അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കൽ, അത് പരിശുദ്ധമായ നമ്മുടെ ഹൃദയ സംസ്കരണത്തിന്റെ പ്രധാന മാർഗമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ സംഘാടകർ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നല്ല ഒരു സംഖ്യ അവർ പറയുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുള്ള് 10ന്റെ 20ന്റെ നോട്ടുകളാണ് ഇന്നലെ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പരമാവധി അതിന്റെ മുമ്പ് തന്നെ അവര് നിങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങിയിട്ട് അതിനുള്ള ഒരു സംഖ്യ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഒരു സമാധാനത്തിന്. എങ്കിൽ കൂടി നല്ല രൂപത്തിൽ നമ്മൾ അവരെ സഹായിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ആപത്തുകളെ തട്ടിമാറ്റുന്ന ഒരു കാര്യമാണ് സ്വതക്ക. സ്വതക്ക കൊണ്ട് തീരുന്ന ഒരു വിഷയം ഒരുപക്ഷെ നമുക്ക് 10,000 രൂപ ഹോസ്പിറ്റലിൽ കൊടുത്താൽ തീർന്നോളണം എന്നില്ല. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിൽ പരിശുദ്ധമായ ഈ ഒരു സദസ്സിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ അത് നൽകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സാധുക്കളായ നല്ല മുതഅല്ലിമീങ്ങൾ, ഒരുപാട് ആളുകൾ അല്ലാഹുവിനോട് ദുആ ഇരുന്നാൽ ഈമാൻ, അവിടുത്തെ ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് നല്ല രൂപത്തിൽ നിങ്ങൾ അതിനെ സഹായിക്കണം എന്നെന്റെ നാട്ടുകാരായ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടുത്തെ ഒരു ജീവിതത്തിന്റെ ശൈലിയാണ്. ഒരിക്കൽ മഹാനായ നബി തങ്ങൾ യുദ്ധക്കളത്തിൽ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ ഇങ്ങനെ ഓടി വരുന്നുണ്ട് യുദ്ധക്കളത്തിലേക്ക്. ഓടി വന്നുകൊണ്ട് ആ ഉമ്മ ചോദിക്കുകയാണ്, ഐന ബിനി, എന്റെ മോനെവിടെ പോയി? എന്റെ പൊന്നു മോനെ കാണുന്നില്ലല്ലോ. ഒരു ഉമ്മ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ യുദ്ധക്കളത്തിൽ ഓടി വന്ന് ചോദിക്കുകയാണ്, എന്റെ മോനെ കാണുന്നില്ലല്ലോ, എന്റെ മോനെവിടെ പോയി എന്ന് ചോദിക്കുന്നു. സ്വഹാബാ കിറാം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കുറെ നേരം യുദ്ധക്കളത്തിനിടയിലൂടെ ആ ഉമ്മ ഇങ്ങനെ ഓടി നടന്നു.
തന്റെ മകനെ കാണുന്നില്ലെന്നായപ്പോൾ അവസാനം അവർ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. സ്വഹാബാ കിറാമിന്റെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഐനബിനീ, എന്റെ മകൻ എവിടെ പോയി, കാണുന്നില്ലല്ലോ. യുദ്ധക്കളത്തിലല്ലേ, തന്റെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ആ മാതാവിന് വേദന തോന്നുകയാണ്. ആ ഉമ്മ ചോദിക്കുന്നു, എന്റെ മോൻ എവിടെ പോയി നബിയെ? സ്വഹാബികളെ, നിങ്ങളാരെങ്കിലും എന്റെ മകനെ കണ്ടോ? അങ്ങനെ ആ ഉമ്മയോടുകൂടെ സ്വഹാബാ കിറാം യുദ്ധക്കളത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഫൈദാ ഹുവ ജാലിസ്, യുദ്ധക്കളത്തിന്റെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയെ അങ്ങ് കണ്ടപ്പോൾ ഈ മാതാവിന്റെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷമായി. ഓടിച്ചെന്നുകൊണ്ട് പൊന്നുമോനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ആ മണലിലൂടെ ഉമ്മ ഇങ്ങനെ ഉരുളുകയാണ്. മോനെ, ഉമ്മച്ചി വല്ലാതെ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ മകനെ പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ ഇങ്ങനെ കിടന്നുരുളുകയാണ്. അപ്പോ അത് കണ്ട് സ്വഹാബത്തിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു. അവരിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ കണ്ണുനീര് ശ്രദ്ധിച്ചു. അവിടുന്ന് പറഞ്ഞു, യാ സ്വഹാബാ, അസ്ഹാബി, നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അതഅജബൂന അതഅജബൂൻ, ഈ ഉമ്മ ഈ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ സ്വഹാബ? എങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലാഹു അർഹമു ബിക്കും മിൻ അല്ലാഹു അർഹമു ബിക്കും മിൻ ഹാദിഹിൽ ഉമ്മി ഇലാ വലദിഹാ, ഈ ഉമ്മക്ക് കുട്ടിയോടുള്ള സ്നേഹത്തെക്കാൾ നിങ്ങളുടെ റബ്ബായ അല്ലാഹു തആലാക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്, ഒരിക്കൽ എന്റെ അടിമ എന്നെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്ന ഒരു തെറ്റു ചെയ്തു. എനിക്ക് അവനോട് വലിയ ദേഷ്യമായി. ഞാനൊരു ചാട്ടവാറെടുത്തു കൊണ്ടുവന്നു. ഞാൻ എന്റെ ഒരു ചാട്ടവാറെടുത്തു കൊണ്ടുവന്നു. ഞാൻ അവനെ അടിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. ചാട്ടവാറിന്റെ അടികൊള്ളുമ്പോ അബൂ മസ്ഊദേ, ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, ഇഅലം അബാ മസ്ഊദ്, ഇഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ, അബൂ മസ്ഊദേ അറിയണം, അബൂ മസ്ഊദേ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അബൂ മസ്ഊദ് പറയാൻ, എനിക്കാണെങ്കിൽ വലിയ ദേഷ്യം വന്നുകൊണ്ട് ഞാൻ അവനെ അടിച്ചുകൊണ്ടിരിക്കാൻ. ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്നൊന്നും എനിക്ക് വ്യക്തമല്ല. ഞാൻ എങ്ങനെ അടി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ പിന്നിൽ നിന്നൊരു തണുപ്പ് ഞാൻ അനുഭവപ്പെടുകയാണ്. അവിടെ എന്നോട് പറഞ്ഞു, ഏലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ അറിയണേ എന്ന് പറഞ്ഞപ്പോൾ ഫൈദാ ഹുവ റസൂലുള്ളാഹ്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലാണ് വന്നു നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വന്നു നിൽക്കുകയാണ്. ഞാൻ ഈ അടിമയെ മർദ്ദിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂ മസ്ഊദേ അല്ലാഹു അഖ്ദറു അലൈക്, അബൂ മസ്ഊദേ നിനക്ക് പടച്ചവനെ പേടിയില്ലേ? അല്ലാഹു നിന്റെ മേൽ കഴിവുള്ളവനാണ്. മിൻക അലാ ഹാദൽ ഗുലാം, നിനക്ക് ഈ കുട്ടിയെ അടിക്കാൻ ഇന്ന് കഴിവുണ്ട്. നിന്റെ കയ്യിന് ശക്തി തന്നത് അല്ലാഹുവാണ്. അബൂ മസ്ഊദേ, നീ ഈ കുട്ടിയെ അടിക്കുന്നത് പോലെ അതിലേറെ ശക്തിയിൽ അല്ലാഹു നിന്നെ ഖിയാമത്ത് നാളിൽ അടിക്കുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ചാട്ടവാറ് താഴെയിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇനി എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ അടിക്കുകയില്ലെന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് വാഗ്ദാനം ചെയ്തു എന്നാണ്. ജീവിതത്തിലെ നിരവധി രംഗങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാ കിറാമിനെ ഇടക്കിടക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണിത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഇങ്ങനെ പകലും രാത്രിയും മാറി മാറി വരുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ്,
അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ചിന്തിക്കുന്നവരായ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഹേ യേ ജമീൻ തേരി വോ ആസ്മാൻ തേരാ परवरदिगार आलम सारा जहान तेरा ഹേ യേ ജമീൻ തേരി, പടച്ചവനെ ഈ ഭൂമി നിന്റേതാണ്. ഓ ആസ്മാൻ തേരാ, ആ ആകാശവും നിന്റേതാണ്. പർവർദിഗാർ ആലം സാരാ ജഹാൻ തേരാ, ലോകത്തെ നിയന്ത്രിക്കുന്നവനായ രക്ഷിതാവായ റബ്ബേ, നിന്നെ കുറിച്ചാണല്ലോ ഈ മരങ്ങൾ പോലും സംസാരിക്കുന്നത്. മഹാനായ പൊന്നാനിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ ബഹുവന്യരായ ഗുരുവര്യരാണ് ഒരു വടി പൊട്ടിക്കാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. പള്ളിക്കാട്ടിലേക്ക് ചെന്നുകൊണ്ട് ദർസിലേക്ക് ഒരു വടിയൊടിച്ചു കൊണ്ടുവരാൻ വേണ്ടി മഹാനായ മഖ്ദൂം സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പള്ളിക്കാട്ടിൽ ചെന്നു. കുറെ നേരം മകൻ ഇങ്ങനെ അവിടെയും ഇവിടെയുമായി കറങ്ങി നിന്നു. പിന്നെ ഉസ്താദിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. എന്തടോ വടിയെടുക്കാതെ വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കുല്ലുഹുന്ന യുസബ്ബിഹ്ന, കാണുന്നതെല്ലാം തസ്ബീഹ് ചൊല്ലുകയാണ്. ഞാൻ ആ മരമങ്ങ് പൊട്ടിക്കാൻ എടുക്കുമ്പോൾ അവ ചൊല്ലുന്ന തസ്ബീഹ് ഞാൻ കേൾക്കുകയാണ്. തസ്ബീഹ് ചൊല്ലുന്ന ഒരു ചെടിയെ ഞാൻ എങ്ങനെ പൊട്ടിക്കും ഉസ്താദ് എന്നവിടുന്ന് ചോദിച്ചു എന്ന് പറയുകയാണ്. എന്താണ് അതിന്റെ ആശയം? ഭൂമിയിലുള്ളതിൽ നിന്നും ആകാശത്തിലുള്ളതിൽ നിന്നും അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ പരിശുദ്ധമായ പരിപാവനമായ നമ്മുടെ ഈ യുവത്വവും അതുപോലെയുള്ള നല്ല ആരോഗ്യ കാലഘട്ടവും അള്ളാഹുവിനെ വിനിയോഗിക്കാൻ ഭൂമിയിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും പാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ. ഞാനിതാ കഴിഞ്ഞ 3 മാസം മുമ്പ് ഒരു പരിപാടിയുടെ ഇതുപോലെയുള്ള ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ ചെന്നപ്പോ അവിടെ അവസാനത്തെ ദിവസമാണെന്ന് ദുആ മജ്ലിസിലുണ്ട്. അവിടെ ദുആ മജ്ലിസിന് വന്നവർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണം അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ. അവിടേക്ക് അങ്ങ് ചെന്നപ്പോൾ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അങ്ങ് ഓടി വന്നു. എന്നിട്ട് തലയിൽ നിന്ന് അവന് കെട്ടിയിരുന്ന ടവ്വലം അഴിച്ചു മാറ്റിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ തലമുടി പോലും തലയിലില്ല. ചെറിയ പ്രായമുള്ള ഈ ചെറുപ്പക്കാരന്റെ മുടി ഇവിടെ പോയി. ഞാൻ അത്ഭുതത്തോടുകൂടെ നിൽക്കുമ്പോ പറഞ്ഞു, അസ്സലാമു അലൈക്കും ഉസ്താദേ, എനിക്ക് ക്യാൻസർ ആണ്, പേടിക്കേണ്ട, ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മുടിയൊന്നും എന്റെ ശരീരത്തിലില്ല, എനിക്കതിൽ ബേജാറൊന്നുമില്ല, എങ്കിലും ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മനസ്സിലാക്കാൻ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, മുഹമ്മദ് അൻവർ എന്ന് പറയുന്ന, അങ്ങ് പെരിങ്ങത്തൂരിലുള്ള ചെറുപ്പക്കാരൻ. 27-ാം വയസ്സുവരെ കണ്ണിന് കാഴ്ചയുള്ളയാളാണ്. റോഡിലൂടെ അദ്ദേഹത്തിന്റെ കാർ ഓടിച്ചു നടന്ന ചെറുപ്പക്കാരനാണ്. 30 ചില്ലാനം വയസ്സുള്ള അദ്ദേഹത്തിന് ഇന്ന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ലാതെ നടക്കുകയാണ്. എപ്പോഴും പറയും, സദസ്സ് കിട്ടുമ്പോഴൊക്കെ ഒന്ന് നല്ലവണ്ണം ദുആ ചെയ്യണേ. ഒരിക്കൽ ആരോ അദ്ദേഹം പറഞ്ഞു കേട്ടു, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സദസ്സിൽ പങ്കെടുത്തപ്പോൾ, അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ മജ്ലിസ് നൂറിന്റെ സദസ്സിൽ പങ്കെടുത്തപ്പോ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു സംഭവം സുപ്രഭാതത്തിലൂടെ വായിച്ചറിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്താദേ, ഇപ്പൊ നാട്ടിലെ മജ്ലിസ് നൂറിന്റെ സദസ്സുകളിലൊക്കെ അതിന്റെ ഒരു സംഘാടകനായി ഞാനുണ്ട്, ദുആ ചെയ്യണേ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ. ഒരു മകൻ ഹുദവിക്ക് പഠിക്കുകയാണ്, മറ്റേ മകൻ ഹാഫിളാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നുപ്പക്ക് 2 കണ്ണിനും കാഴ്ചയില്ലാതെ ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയുമോ പ്രിയപ്പെട്ടവരെ, അതല്ലേ അല്ലാഹു ചോദിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നജ്അൽ ലഹു ഐനൈൻ ولسانا وشفتين وهديناه النجدين.
സുന്ദരമായ 2 കണ്ണ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? സംസാരിക്കാവുന്ന ചുണ്ടുകളും നാവും ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? പരിശുദ്ധമായ ദീനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്നിട്ടും ആലോചിക്കാത്തതെന്തേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നന്മകൾക്ക് വേണ്ടി ചിലവഴിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അള്ളാഹുവിന്റെ ദിക്റ് മാത്രമാണ് ലോകത്ത് സമയം നിശ്ചയിക്കപ്പെടാത്ത ഒരമലായിട്ട് അള്ളാഹുവിന്റെ ദിക്റും പരിശുദ്ധമായ സ്വലാത്തുമാണ് ഭൂമിയിലുള്ളത്. അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وَإِذَا قُضِيَتِ الصَّلَاةُ فَانتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ وَاذْكُرُوا اللَّهَ كَثِيرًا لَعَلَّكُمْ تُفْلِحُونَ. നിസ്കാരം കഴിഞ്ഞാൽ, നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്താ പണി? ഫദ്കുറുല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, നിസ്കാരം കഴിഞ്ഞാൽ നിർത്താനായിട്ടില്ല. നിസ്കാരം തന്നെ എന്തിനാണ്? അഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു പറയുകയാണ്, നിസ്കാരം കഴിഞ്ഞാലും പണി അവസാനിപ്പിക്കാനായിട്ടില്ല. നിസ്കാരം കഴിഞ്ഞാലുള്ള പണി എന്താണ്? വീണ്ടും നിങ്ങൾ അല്ലാഹുവിനെ ആലോചിച്ചു കൊണ്ടിരിക്കൂ. അതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അല്ലാഹു എന്ന ഓർമ്മ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞാൽ, ഹജ്ജ് എന്ന കർമ്മം തന്നെ വളരെ പ്രയാസപ്പെട്ടു ചെയ്യേണ്ട കർമ്മമാണല്ലോ. ആ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട അമൽ എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. فإذا قضيتم مناسككم, നിങ്ങൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തോളൂ. കദിക്രികും ആബാഅകും, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ, നിങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് ആലോചിക്കുന്നത് പോലെ ഹജ്ജ് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ നമ്മൾ ആലോചിക്കുക എന്താണ്? പെട്ടെന്ന് നാട്ടിലെത്തണം, മക്കളെയൊക്കെ കാണണം, ഭാര്യയെ കാണണം, കുടുംബത്തിലെത്തണം, ഉമ്മാനെ കാണണം. അല്ലാഹു പറയാണ്, നിങ്ങൾ കുടുംബക്കാരെ ആലോചിക്കുന്നതിലേറെ അയ്യോ ഹജ്ജ് കഴിഞ്ഞാലും നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ ഓർക്കാൻ സർവ്വനേരത്തും പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് അനുശാസിക്കുകയാണ്. അതാണ് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചത്, നബിയേ, ഹൃദയങ്ങൾ അങ്ങ് കറുത്തുപോയാൽ അത് വെളുക്കാനുള്ള മാർഗമാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഒന്നാമത് പറഞ്ഞത് ദിക്റുല്ലാഹ്, നീ അല്ലാഹുവിനെ ഓർക്കുക എന്നാണ്. പടച്ചവനെ ഓർത്തോളൂ, എന്നാൽ ഹൃദയം സംശുദ്ധമായി ലഭിക്കുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിന്റെ ബറക്കത്തിന് വേണ്ടി പറയട്ടെ. ബഹുവന്യനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണല്ലോ സൂഫിസം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന എന്താണ് യഥാർത്ഥമായി അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മഹാനാണല്ലോ അത്തിപ്പറ്റ ഉസ്താദ്. ഒരിക്കൽ എവിടെ നിന്നോ ദുആ കഴിഞ്ഞുകൊണ്ട് നേരം ഇരുട്ടിയ സന്ദർഭത്തിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പ്രിയപ്പെട്ടവളായ ഭാര്യ വീടിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഉസ്താദ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഭാഗത്ത് ചെന്ന് ദുആയുടെ മജ്ലിസിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ വരുമ്പോ, ദുആക്ക് നേതൃത്വം നൽകി വരുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വല്ലതും ഓർമ്മിക്കാറുണ്ടായിരുന്നോ? ഒരു ഭാര്യയല്ലേ അവർ ഉസ്താദിന്റെ മുമ്പിൽ എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. ബഹുവന്യരായ ഉസ്താദിനോട് പറഞ്ഞു, അല്ല, നിങ്ങളോട് ഞാൻ നമ്മുടെ വീടിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ഈ അടുത്തുവരെ ഉസ്താദിന്റെ വീട് നിങ്ങൾക്ക് ചെന്ന് കണ്ടവർക്കറിയാം, ഒരു ഓടുമേന്റെ വീട് ആയിരുന്നല്ലോ. ഉസ്താദിനോട് ഭാര്യ പറഞ്ഞു, നല്ല ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടാണ് നമ്മുടേത്. ഒരു കാറ്റടിച്ചാൽ ഈ ഓടൊക്കെ വീണു പോകും, ആകെ തുരുമ്പിച്ചു കിടക്കുകയാണ്. ഒന്ന് നന്നാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടെ? പാതിരാ സമയത്ത് ദുആ കഴിഞ്ഞുകൊണ്ട് ക്ഷീണിതനായി വന്ന ബഹുവന്യരായ പണ്ഡിതർ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവളെ, നിനക്കൊരു വീട് വേണമല്ലേ? അതേ, വീട് വേണം. നിനക്ക് എങ്ങനത്തെ വീട് വേണം?
ഏത് ലോകത്ത് ഏത് രൂപത്തിലുള്ള വീട് വേണം? അവള് പറഞ്ഞു നല്ല ഒരു വീടായാൽ മതി, കാറ്റിൽ നിന്ന് മഴയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന നല്ലൊരു വീടായാൽ മതി എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു എങ്കിൽ നമുക്ക് നല്ലൊരു വീട് നിർമ്മിക്കാം. പക്ഷേ വീട് നിർമ്മിക്കണമെങ്കിൽ നല്ല പ്ലാൻ വേണം, നല്ല ഒരു മോഡൽ ലഭിക്കണം. നീ എന്റെ കൂടെ വാ, നമുക്ക് നല്ല ഒരു വീടിന്റെ പ്ലാൻ കണ്ട് തിരിച്ചു വരാം. ഈ രാത്രിക്കോ പാതിരാ സമയം മുറ്റി നിൽക്കുന്ന ഈ രാത്രിക്ക് എവിടെ ഇറങ്ങാനാണ്? പാതിരാ കിളികൾ പോലും ചലക്കാൻ മറന്ന ഉറങ്ങിപ്പോയ രാത്രിയുടെ നിശബ്ദതയുടെ നിശീധിനിയുടെ നിശബ്ദതയിൽ ഉസ്താദ് അവളുടെ കൈപിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പ്രിയപ്പെട്ടവളായ ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ടിറങ്ങി. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് അത്തിപ്പറ്റ നഗരത്തിലേക്ക്. ഓരോ വീടുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവളായ ഭാര്യ, നമുക്ക് ഇങ്ങനത്തെ വീട് നിർമ്മിക്കാം, ഈ വീടാകാം, ഇത് ചെറിയ വീടാണ്, കൂടുതൽ പണത്തിന് ചെലവില്ലാത്ത വീടാണ്. അങ്ങനെ ഓരോ വീടുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് മുന്നോട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവളായ ഭാര്യ ചോദിക്കുകയാണ്, ഇതെങ്ങോട്ടാണ്? നിങ്ങൾ എവിടുത്തെ വീട് കണ്ടിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഏത് വീടിന്റെ പ്ലാന് കാണിക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഓരോ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവളായ ഭാര്യ പറഞ്ഞു, ഇതുപോലെ ഇത് നല്ല വീടല്ലേ, ഇതുപോലെ ഇത് നല്ല വീടല്ലേ? ഉസ്താദ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നേയില്ല. മുന്നോട്ടങ്ങനെ നടന്നുപോയി. അങ്ങനെ അത്തിപ്പറ്റ അങ്ങനെ നഗരത്തിൽ ചെന്ന് അവിടുത്തെ ജുമാഅത്ത് പള്ളിയുടെ മുമ്പിൽ അങ്ങനെ ചെന്നു നിന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ കടക്കുന്ന ആയിരങ്ങളെ കണ്ടുവോ? മീസാൻ കല്ലുകൾ തലയൂർത്തി നിൽക്കുന്ന പരിശുദ്ധമായ ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുചെന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ടോ, 1 സെന്റ് ഭൂമി മതി അവർക്ക്. അവർ തമ്മിൽ അടിപിടിയില്ല, കച്ചറയില്ല. ഇന്നലെ വരെ അയൽവാസിയോട് സെന്റിന്റെ പേര് പറഞ്ഞ് തർക്കിച്ചവരുണ്ട്, അതിര് മാറ്റിക്കുത്തിയവരുണ്ട്. ഇവിടെ വന്ന് കടന്നപ്പോൾ ആർക്കും ഒരു വിഷമവുമില്ല, ആർക്കും അതിര് കേറ്റിക്കുത്തണം എന്ന് താല്പര്യമില്ല, ഇതിലേറെ സ്ഥലം വേണമെന്നാർക്കും പരാതിയില്ല. പൊന്നുമോളെ, നിനക്കിതിലേത് വീട് വേണം? ഇതിന്റെ ഉള്ളിൽ സ്വർഗമുള്ള വീടുകളുണ്ട്, ഇതിന്റെ ഉള്ളിൽ നരകം കത്തുന്ന വീടുകളുണ്ട്. പറയെന്നോട് ഇതിലേത് വീടാണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ, നമുക്കെന്തിനാണ് വീട്, എനിക്ക് വീട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എത്രേ പ്രിയപ്പെട്ടവളായ ഭാര്യ. തിരിച്ചു വീട്ടിലേക്ക് വന്നു. ആ ഭാര്യ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. ഇന്ന് 6 അടി മണ്ണിന്റെ അടിയിലാണ്. അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ മണ്ണിൽ നിന്ന് അല്ലാഹുവിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോ, സ്വഹാബാ, ഇതാണ് ജീവിതം, ഇവിടേക്ക് വേണ്ടി വർക്ക് ചെയ്തോ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ മാതൃക മഹാന്മാര് ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഹേ ജമീൻ തേരി ഓ ആസ്മാൻ തേരാ, പർവർദ്ഗാർ ആലം സാരാ ജഹാൻ തേരാ. ഭൂമിയും നിന്റേത്, ആകാശവും നിന്റേത്. ലോകം മുഴുവൻ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാ അല്ലാ എന്നങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അങ്ങനെ നല്ല മനുഷ്യന്മാരിൽ ഒരാളാവാൻ ലോകം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ മാർഗം എല്ലാ അവസരങ്ങളിലും അല്ലാ എന്ന ഓർമ്മപ്പെടുത്തലുണ്ടാവലാണ്. നോക്കൂ നിങ്ങൾ, തിന്മകളുടെ കവാടമടക്കാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അതാ ബസറ പട്ടണത്തിൽ ഒരു പെണ്ണ് വന്നുകൊണ്ട് ഒരു പെണ്ണിനെ സമീപിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, നീ അതീവ സുന്ദരിയാണല്ലോ, ഒരിക്കൽ നിന്റെ അടുക്കൽ വരാൻ എനിക്കൊന്ന് അനുമതി തരുമോ? ആ പെണ്ണ് പറഞ്ഞു, എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വന്നോളൂ എന്ന്. ഈ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി. അവൻ അന്നു രാത്രി അണിഞ്ഞൊരുങ്ങി. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പോടും കൂടെ അവൻ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണങ്ങനെ കടന്നു, പെണ്ണിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നു. അപ്പൊ ആ പെണ്ണ് ചോദിക്കുകയാണ്, വാതിൽ മുട്ടി ചോദിച്ചു, മൻ ബിൽ ബാബ്, ആരാണ് വാതിൽക്കൽ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് കരാർ ചെയ്തതല്ലേ, ഒരു രാത്രി ഞാൻ നിങ്ങളോടുകൂടെ തങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അനാമന്നാസ്, ജനങ്ങളെല്ലാം ഉറങ്ങിയോ? എല്ലാവരും ഉറങ്ങിയോ? ആമന്നാസു കുല്ലുഹും, എല്ലാവരും ഉറങ്ങിയോ? അയാള് പറഞ്ഞു, എല്ലാവരും ഉറങ്ങിയിട്ടില്ല, കുറച്ചാള് കൂടി ഉറങ്ങാൻ ബാക്കിയുണ്ട്. എങ്കിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വരൂ എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ വീണ്ടും പോയി. ഒരുപാട് നേരം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട്
പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, അനാമന്നാസ്, ജനങ്ങളെല്ലാം ഉറങ്ങിയിട്ടുണ്ടോ? എല്ലാവരും ഉറങ്ങിയിട്ടാണോ വന്നത്? അപ്പോൾ പറഞ്ഞു, കുല്ലുന്നാസിനാമു, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, എല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് ആ പെണ്ണ് ചോദിച്ചു അത്രേ, ഫമാദാ തഖൂലു ഫില്ലാ അനായിമുൻ അം യഖ്ദാൻ. പൊന്നുമോനെ, അല്ലാഹുവിനെ കുറിച്ച് നീ എന്നോട് എന്താണ് പറയുന്നത്? അല്ലാഹു ഉറങ്ങിയിട്ടുണ്ടോ അതോ പടച്ച റബ്ബ് ജീവനോടുകൂടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു അത്രേ, വഹുവ യഖ്ദാൻ, അല്ലാഹു ഉറങ്ങില്ലല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോൾ, മോനെ ആളുകളെയാണോ നീ പേടിക്കുന്നത്? പടച്ച റബ്ബിനെ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത്രേ. ഇതാണ് വിചാരം. അല്ലാഹ് എന്ന വിചാരം എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിലനിർത്തുക. ആ ഒരു വിചാരമാണ് തസ്കിയത്തുൻ നഫ്സിനെ ഏറ്റവും പ്രധാനമായ മാർഗം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ മാർഗം അവിടെന്ന് പറയുകയാണ്, വതിലാവത്തുൽ ഖുർആൻ, ഹൃദയങ്ങളെ സംസ്കരിക്കാനുള്ള രണ്ടാമത്തെ മാർഗം പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. പുണ്യ ബീവി കന്ന് മൗത്ത് ഹാദിറായ വഖ്തേ വൈദിയന്നൂരത്ത് നോമ്പോഴിക്കുവാൻ കൽപ്പിത്തേ തരിത്തവരോടന്നു ഞാൻ റിച്ചിട സൗമാനെ പെരിയവൻ നോമ്പോട് കൂടി തന്നെ ഇപ്പോൾ ദാനേ. പണ്ട് ഗർഭിണികളായ നമ്മുടെ പെൺ സഹോദരിമാർ പാരായണം ചെയ്തിരുന്ന ഒരു വലിയ കഥ പറയുന്ന ഒരു മാലയുണ്ടല്ലോ, പരിശുദ്ധമായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കഥ പറയുന്ന മാല. അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിത്താമൈത്തെ ഖാത്തിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പെറ്റേ ബല്ലിയക്ക നക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഏറെ ആലോചിക്കേണ്ട സംഭവമാണ്. മരണത്തിന്റെ തൊട്ടുമുമ്പ് ആളുകളെല്ലാം ഒരു വൈദ്യനെ കൊണ്ടുവന്നു, ഒരു രോഗം നിശ്ചയിക്കുന്ന ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പാടില്ല, ഇനി നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, ഇനിയും നോമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മരണം വരും, അതുകൊണ്ട് നിങ്ങൾ നോമ്പുപേക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ പിന്നെ മരിക്കാൻ നഫീസക്ക് പേടിയില്ല. പരിശുദ്ധമായ ഖുർആൻ എടുത്തു, സ്വന്തം കൈകൊണ്ട് കുഴിച്ച ഖബറിലങ്ങിറങ്ങിയിരുന്നു. 6000 ഖത്മ ഖബറിൽ മാത്രം ഇരുന്നു കൊണ്ട് അവർ തീർത്തിട്ടുണ്ടെന്ന ചരിത്രത്തിൽ. ആ ഖബറിലിരുന്നങ്ങ് ഖുർആൻ ഓതി. അങ്ങനെ മരണമാകും എന്തുവിണ്ട് ഓതി അൻആമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. വിശുദ്ധമായ ഖുർആൻ അങ്ങ് മറിച്ചുകൊണ്ട് സൂറത്തുൽ അൻആം അങ്ങ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലൊരായത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് വദിക്റുൽ മൗത്ത്. ഹൃദയം നിങ്ങൾക്ക് മരിച്ചുവോ പേടിക്കേണ്ട. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മരിക്കണമെന്ന ബോധം ഇടക്കിടക്കുണ്ടെങ്കിൽ ഹൃദയം ശുദ്ധമായി ലഭിക്കും എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് വീടിന്റെ മുമ്പിൽ ഒരു ഖബർ വെച്ചത്, മരിക്കണമെന്ന ബോധത്തിനു വേണ്ടി. നോക്കൂ നിങ്ങൾ, ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജധാനിയിലേക്ക്, അരമനയുടെ ഉള്ളിലേക്ക് ഒരു പോലീസുകാരനെ പോലും ഭയക്കാതെ കയറിച്ചെന്ന ഒരു നേതാവുണ്ട് നമുക്ക്, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങ് കയറിച്ചെന്നു ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഉറുമ്പിനെ പോലും ഇഴഞ്ഞു കയറാൻ അനുവദിക്കാതെ തിരനിറച്ച തോക്കുകളെ കൊണ്ട് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്കിടയിലൂടെ
മഹാനായ ബാഫഖി തങ്ങൾ കയറി ചെന്നത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് ഒരാൾ പോലും തടഞ്ഞില്ല എന്നാണ്. മഹാനായ ഇസ്മായിൽ സാഹിബ് അന്ന് MP ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. മഹാനായ ബാഫഖി തങ്ങൾക്ക് പാർലമെന്റ് കാണിക്കാൻ കൊണ്ടുപോയതാണ്. കൈപിടിച്ചു കൊണ്ടുപോയി, തങ്ങളെ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനൊരു VIP പാസ് എടുത്തു വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പാർലമെന്റ് നടന്നു കാണാം. അങ്ങനെ പറഞ്ഞ് തങ്ങൾ അവിടെ നിർത്തിയതാണ്. ഇസ്മായിൽ സാഹിബ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഖായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ടിക്കറ്റ് എടുത്തു വന്നപ്പോൾ ബാഫഖി തങ്ങളെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, പേര് വിളിച്ചു നോക്കിയപ്പോ തങ്ങളുപ്പാപ്പയുണ്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തങ്ങളെ അവിടെ നിൽക്കെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയ ടിക്കറ്റ് താഴെയിട്ടുകൊണ്ട് തങ്ങളോട് അവിടെ ചെന്ന് ചോദിച്ചു, അല്ല ഇതെങ്ങനെ അകത്ത് കയറി? അപ്പോൾ പറഞ്ഞു, ഇസ്മായിലേ, ഞാനിങ്ങോട്ട് കയറിയപ്പോൾ ഇവരെന്നോടൊന്നും ചോദിച്ചതുമില്ല, ഞാനൊന്നും പറഞ്ഞുമില്ല, ഇവരെന്നോടൊന്നും ചോദിച്ചതുമില്ല. ഒരു മനുഷ്യനെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായി പരിശോധിച്ചിട്ടല്ലാതെ കടത്തിവിടാത്ത പാർലമെന്റിന്റെ മുന്നിലേക്ക് സെക്യൂരിറ്റിക്കാർക്കിടയിലൂടെ ഒരു വെള്ള കമീസ് ധരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങ് നടന്നപ്പോൾ ഒരാൾ പോലും ചോദിച്ചില്ല, ഒരാൾ പോലും പരിശോധന ആവശ്യപ്പെട്ടില്ല. മൻ ഖാഫല്ലാഹ്, പടച്ചവനെന്ന വിചാരത്തോടെ ജീവിച്ചാൽ ഖാഫഹു കുല്ലു ശൈ. മരിക്കാൻ വേണ്ടി കിടക്കുമ്പോഴാണ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സ്വന്തം മകനെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ ബുനൈ, പൊന്നുമോനെ, ലാ തഖഫ് അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളെയും നീ പേടിക്കണ്ട, എന്നാൽ യഖാഫുക കുല്ലു ശൈ, എല്ലാവരും നിന്നെ പേടിച്ചോളും എന്ന് മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെന്നല്ലോ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരു വഴി വേണം. ഹൈന്ദവന്മാരായ സഹോദരന്മാരുടെ മുമ്പിലേക്ക് ചെന്നു, കണ്ണിയത്തോരെ വീട്ടിലേക്ക് ഒരു വഴി വേണം. അവര് പറഞ്ഞു വാഴക്കാട്ടുകാര് പറഞ്ഞു, കണ്ണിയത്തോരെ വീട്ടിലേക്ക് ഒരു വഴി വേണമെങ്കിൽ പള്ളിയിലേക്കാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ഞങ്ങൾ തരില്ലായിരുന്നു, പക്ഷേ കണ്ണിയത്തോരെ വീട്ടിലേക്കാണെങ്കിൽ എത്ര സ്ഥലം വേണമെന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ വഴിവെട്ടിത്തരാമെന്ന് പറഞ്ഞവർ അതവരാണ് നമ്മുടെ സഹോദര മതസ്ഥരായ ആളുകൾ. അതാണ് മൻ ഖാഫല്ലാഹ്, അല്ലാഹുവിനെ അങ്ങ് പേടിച്ചാൽ ഖാഫഹു കുല്ലു ശൈ, പടച്ചവന് വേണ്ടി ജീവിക്കാൻ ലോകത്തെ ഉദ്ഘോഷിച്ചവരാണവർ. നടക്കുന്നിടത്തെല്ലാം ഒരു മുസല്ല കൂടെ കരുതി 3 കഫം പുടവ കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കടക്കുന്നതോ മഹദിയായ ഖദീജ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ്. ഒരു ഭാഗ്യം, കേരളക്കാരനായ ഒരാൾക്ക് ജന്നത്തുൽ മുഅല്ലയിൽ ഒരു ഇടം പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ബാഫഖി തങ്ങളല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ല. എന്തൊരു ഭാഗ്യമാണിത്! മഹദിയായ ഖദീജ ബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുകയാണ്. ഞാൻ ആലോചിച്ചു പോയി, ജീവിതത്തിൽ തന്നെ കഫം പുടവ സൂക്ഷിച്ച 2 പേരെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒന്നീ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയാണ്, മറ്റൊന്ന് ഖദീജ ബീവിയാണ്. അതാണ് അത്ഭുതം. ജീവിതത്തിൽ കഫം പുടവ സൂക്ഷിച്ചു വെച്ച 2 പേർ. ഒന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ ഇങ്ങനെ കിടന്നപ്പോ ഖദീജ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദീജ അങ്ങ് ലോകത്തു നിന്ന് വിട പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കുമോ നബിയേ? ഖദീജ, നീ എന്നെ വിഷമിപ്പിക്കല്ല, ഞാൻ തന്നെ നിന്നെ കുളിപ്പിച്ചോളാമെന്ന് പറഞ്ഞപ്പോ അപ്പോഴാ പറഞ്ഞത്, നബിയേ, എന്നെ മരിച്ചു കഴിഞ്ഞാൽ വെള്ളത്തുണിയിൽ പൊതിയേണ്ടത് അങ്ങു തന്നെയാണ്, മറ്റൊരാളത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഖദീജ, എന്നെ വിഷമിപ്പിക്കല്ല ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ചപ്പോഴാ പറഞ്ഞത്, നബിയേ, എന്നെ കൊണ്ടുപോയി ഒറ്റക്ക് ഖബറിലാക്കുമ്പോ ഇനി ഞാൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷ എനിക്കില്ല. കൊണ്ടുപോയി ഖബറിൽ ഇറക്കി വെക്കുമ്പോ അതിന്റെ മുമ്പാ ഖബറിലൊന്നിറങ്ങണേ നബിയേ. ഖദീജക്ക് കടക്കേണ്ടടുത്ത് അങ്ങയുടെ കാലൊന്ന് വെക്കണേ. അത്രത്തോളം ഞാൻ അങ്ങയെ സ്നേഹിച്ചിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയി കിടത്തുന്നതിന്റെ മുമ്പ് അവിടത്തെ കാലൊന്ന് വെച്ച ഖബറിൽ ഇറങ്ങി നിന്നിട്ട് എന്നെ ഖബറിൽ ഇറക്കണേ നബിയേ.
ഖദീജ ഞാനതെല്ലാം അംഗീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അവസാനമായി അവിടുന്ന് പറഞ്ഞ വസിയത്ത്, നബിയേ, ജീവിതത്തിൽ ഞാൻ ഒരു വസ്തു മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ, മറ്റെല്ലാം അങ്ങേക്ക് തന്നു കഴിഞ്ഞു. ഇനി എന്റെ കയ്യിൽ ഒരു വസ്തുവേ ഉള്ളൂ, അത് കുറെ കാലമായി ഞാൻ സൂക്ഷിക്കുന്നതാണ്. ഞാൻ മരിച്ചാൽ എന്നെ പൊതിയാനുള്ള ഒരു വസ്ത്രം തേടിയിട്ട് അങ്ങ് എവിടെയും പോകേണ്ട. ധനികയായ മക്കയിലെ ധനികയായിരുന്ന ഖദീജ എനിക്ക് വേണ്ടി സൂക്ഷിച്ചതാ കഫം പുടവകളാണ്. മരണപ്പെട്ട് ഖദീജയെ കുളിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് അവസാനം കഫം പുടവയങ്ങ് നിവർത്താൻ ഖദീജ മടക്കി വെച്ച കഫം പുടവയങ്ങെടുത്തപ്പോൾ ഫബക്കാ റസൂലുള്ളാഹ്, പൊട്ടിയങ്ങ് കരഞ്ഞുവെത്രേ അല്ലാഹുവിന്റെ റസൂൽ. നീർത്തി നോക്കുമ്പോൾ തുന്നിക്കൂട്ടിയ കഫം പുടവയാണ്. ഒരുപാട് സ്ഥലത്ത് കഷ്ണം വെച്ച് തുന്നിക്കൂട്ടിയിരിക്കുകയാണ്. ഖദീജ, മക്കയിലെ ധനികയായ ഖദീജ, നിനക്ക് നല്ല ഒരു കഫം പുടവ മരണത്തിന് വേണ്ടി ഒരുക്കി വെച്ചൂടായിരുന്നോ? അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയ രംഗമാണ്. അതുപോലെയാണ് നമ്മുടെ മഹാൻ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മരണത്തിന്റെ മുമ്പേ കഫം പുടവ ഒരുക്കി വെച്ചു. അതാ അവസാനത്തെ ഹജ്ജിന് പോവുകയാണ്. ഡോക്ടർ പറഞ്ഞു, കോഴിക്കോടുകാരൻ രാമചന്ദ്രൻ ഡോക്ടർ പറഞ്ഞു, തങ്ങളെ ഇത്തവണ ഹജ്ജിന് പോണ്ട, 26ാമത്തെ ഹജ്ജാണ്. 26ാമത്തെ ഹജ്ജിന് പോകുമ്പോ ഡോക്ടർ പറഞ്ഞു, പോവണ്ട, ഇത്തവണത്തെ ഹജ്ജിന് നിങ്ങൾ പോവണ്ട, മരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഹജ്ജിന് പോകാതിരിക്കാൻ പറ്റില്ല ഡോക്ടറെ, മരുന്ന് എഴുതിക്കോളൂ. ഡോക്ടർ മരുന്ന് എഴുതി. 45 ഗുളികകളാണ്, 1.5 മാസത്തിനുള്ള ഗുളികയാണ്. മകനെ വിളിച്ചു, മോനെ ഹംസ ബാഫഖിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ മരുന്നൊന്ന് വാങ്ങിച്ചു വാ. ഉപ്പ വീട്ടിലേക്ക് പോയി. ഹംസ ബാഫഖി അന്ന് കോഴിക്കോടങ്ങാടി മുഴുവൻ കറങ്ങി, എല്ലാ ഷോപ്പുകളിലും ചോദിച്ചു. ഉപ്പാക്കുള്ള ഗുളിക മുഴുവൻ ചോദിച്ചു വാങ്ങിയപ്പോ അവസാനം എണ്ണി നോക്കുമ്പോ 19 ഗുളികയായിട്ടുള്ളൂ. പിന്നെ ഗുളിക കിട്ടാനില്ല. അപ്പൊ ഉപ്പയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉപ്പ നിങ്ങൾ നാളെ ബോംബെക്ക് പോവാൻ, അവിടെ നിന്ന് ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് ബോംബെയിൽ ഈ ഗുളിക സർവ്വസാധാരണമായി ലഭിക്കാൻ സാധ്യതയുണ്ട്, ധാരാളമായി ലഭിക്കാൻ സാധ്യതയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചോളണേ ഈ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ബഹുവന്യരായ അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളെ 19 ഗുളിക ഏൽപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, എത്ര മോനെ, ഉപ്പക്ക് ഇതിലധികം ഗുളികയുടെ ആവശ്യം വരില്ല, ഇതിലധികം ഗുളികയുടെ ആവശ്യം ഉപ്പാക്ക് വരില്ല. ബോംബെയിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹറമിലെത്തി. അന്ന് തവാഫ് ചെയ്തിട്ടുണ്ട്, അന്ന് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അന്ന് സ്വതക്ക കൊടുത്തിട്ടുണ്ട്, അന്ന് തവാഫ് ചെയ്ത് 2 റക്അത്ത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. വൈകുന്നേരമായപ്പോ ശരീരം ഇങ്ങനെ വറക്കാൻ തുടങ്ങി. 19ാമത്തെ ദിവസമാണ്. 19 ഗുളിക തീർന്നിട്ടുണ്ട്. ഇനി ബാഫഖി തങ്ങൾ വാങ്ങിവെച്ച ഗുളിക ബാക്കിയില്ല, മരുന്നിന് ബാക്കിയില്ല. അന്ന് രാത്രിയായപ്പോ ശരീരമാകെ വറക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോയി അവിടെ ഒരു ഫ്ലാറ്റിൽ കിടത്തിയിരിക്കുകയാണ്, അവിടെ ഒരു പ്രൈവറ്റ് റൂമിൽ കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ കിടക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇശാ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇരുന്ന് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. പാടില്ല, നിന്നു നിസ്കരിക്കണമെന്ന് പറഞ്ഞു. കാലിങ്ങനെ വറക്കുകയാണ്, നീര് കാലിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ലലംതു സുന്നത മൻ അഹ്യദ്ദലാമ ഇലാ അനിസ്തകത് ഖദമാ ഹുർറ മിൻ വറമി. നീരിങ്ങനെ വന്ന കാലുകൊണ്ട് എണീറ്റ് നിന്നപ്പോ ആരോ താങ്ങി പിടിച്ചു കൊടുത്തു. ഇശാ നിസ്കാരം പൂർത്തിയാക്കി, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. പിന്നെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി. അപ്പോൾ പറഞ്ഞു, മക്കളെ, വാപ്പാക്കെന്തോ പ്രയാസം തോന്നുന്നു, ഖിബ്ലാക്ക് തിരിച്ചു കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊറക്കെ അങ്ങ് ചൊല്ലി. ഇതാണ് നമ്മുടെ മഹാന്മാർ, ഇതാണ് നമ്മുടെ നേതാക്കന്മാർ, ഇവരാണ് നമുക്ക് വഴി കാണിച്ചവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ പിന്നാലെ നടക്കണം, അവരുടെ പിന്നാലെ നടക്കണം. അവര് കാണിച്ചു തന്ന അദബ് ജീവിതത്തിൽ ഉണ്ടാവണം. 2ാമത്തെ കാര്യം, 3ാമത്തെ
കാര്യം റസൂലുള്ള ഓർമ്മപ്പെടുത്തുകയാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് മരണത്തെ ഓർത്തോളൂ. എന്നാൽ ഈ അഹങ്കാരം പെട്ടുപെടില്ല, അഹങ്കാരം തോന്നുകയില്ല. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല മരുന്ന് നിങ്ങൾ ഈ അഹങ്കാരത്തെ മാറ്റിവെക്കുന്നതാണ്. അതിന് പ്രധാനമായ പരിപാടി ചെയ്യേണ്ടത് മരണത്തോടുള്ള ഓർമ്മയാണ്. രണ്ടു കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരാൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഹൃദയം വല്ലാത്ത കട്ടിയാണ്, എന്റെ ഹൃദയത്തിൽ ഈമാൻ തീരെ പിടിക്കുന്നില്ല നബിയേ, നല്ല ഈമാൻ ഉണ്ടാവാൻ എനിക്കൊരു പരിഹാരം പറഞ്ഞു തരുമോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത പരിഹാരമായി രണ്ടു കാര്യങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഞാൻ ഇവിടെ സമാപിപ്പിക്കുകയാണ്. അതാ നബി തങ്ങൾ പറഞ്ഞു, ഹൃദയത്തിന്റെ കാഠിന്യമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഏറ്റവും നല്ല പരിഹാരം നബി തങ്ങൾ പറഞ്ഞു, ഇംസഹ റഅസൽ യതീം, പാവപ്പെട്ട യതീം മക്കളെ കണ്ടാൽ അവരുടെ മുടിയിടകളിങ്ങനെ കൈവിരലോടിച്ചുകൊള്ളൂ എന്ന്. യതീം മക്കൾ നടക്കുന്നത് കണ്ടാൽ, യതീം മക്കളെ കണ്ടാൽ അവരുടെ മുടിയിടകളിലൂടെ കൈയോടിക്കുന്നത് നിന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ നല്ലതാണ് എന്ന്. കാരണം അവനൊരു യതീമാണ്, അവന്റെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പാവപ്പെട്ട കുഞ്ഞുമോനെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും, മാത്രവുമല്ല നിന്റെ ഹൃദയം ശുദ്ധിയാവും. ഞാൻ മിനിയാന്ന് വയല് പറഞ്ഞത് ഇവിടെ വളയത്താണ്. വളയത്തു നിന്ന് വയല് കഴിഞ്ഞുകൊണ്ട് അവരെന്നെ വടകര കൊണ്ടുവിടാൻ വേണ്ടി പോന്നപ്പോ ചെറുപ്പക്കാരനായ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മൂത്ത കുട്ടിക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യണേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മൂത്ത മകനെ മാത്രം പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പോടുകൂടെ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് എനിക്കൊരു വിസ തരപ്പെട്ടത്. ഞാൻ അങ്ങ് ഗൾഫിലേക്ക് പറന്നുപോയി, ഞാൻ അവിടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നാട്ടിലാണ്, അവൻ നല്ല ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചെന്നു മാത്രമല്ല, ഭാര്യ ഗർഭിണിയായി. 9 മാസം എത്തി നിൽക്കുമ്പോൾ, 9 മാസവും 4 ദിവസവുമായി നിൽക്കുമ്പോൾ, അന്നവിടെ ഒരു പ്രഭാഷണ പരിപാടി എന്തോ നടക്കുകയാണ്. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുമ്പോൾ എന്റെ സുഹൃത്തായ മനുഷ്യനെന്ന് അവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് അവിടെയുള്ള പീഡികത്തിണ്ണയിൽ സംസാരിച്ചിരുന്നതാണ്. പെട്ടെന്നവൻ ആ പീഡികയുടെ ബാക്ക് ഭാഗത്തേക്കൊന്ന് പോകുന്നത് കണ്ട ആളുകളുണ്ട്. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല, പിന്നെ ആരും അവനെ കണ്ടവരില്ല. പാതിരാ സമയമായപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീടുകളിലെത്തി. എന്റെ സുഹൃത്ത് മാത്രം വന്നിട്ടില്ല. അപ്പോഴേക്ക് എനിക്ക് ഗൾഫിലേക്ക് ഫോൺ വന്നു, എടാ അവനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ വിഷമമായി. ഞാൻ ചോദിച്ചു, ഇവൻ എവിടെ പോയി? പടച്ചവനെ, ഓന്റെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ കൂട്ടക്കരച്ചിലാണ്. മോനെ കാണാതെ ഉമ്മ കരയുകയാണ്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യ, നാളെയോ മറ്റന്നാളോ പ്രസവത്തിന്റെ ഡേറ്റ് എത്തിയ ഭാര്യ കരയുകയാണ്. ഭർത്താവിനെ കാണുന്നില്ല. പാതിരാത്രി കഴിഞ്ഞു, നേരം വെളുക്കാനുള്ള സമയമായപ്പോ ആ പീഡിക റൂമിന്റെ പിന്നിലേക്ക് പോയതാരോ കണ്ടതെന്ന് പറഞ്ഞവരുണ്ട്. അവര് ചെന്ന് നോക്കുമ്പോ പീഡികക്കപ്പുറത്തതാ സുതിയെ കുറച്ചങ്ങോട്ട് നടന്നാൽ ഒരു കിണറുണ്ട്. ആ കിണറ്റിന്റെ അടിയിൽ എങ്ങനെ കിടക്കുകയാണ്, മരിച്ചു കിടക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, സഡൻ അറ്റാക്ക് വന്നതാണ്. അറ്റാക്ക് വന്നപ്പോ, ഒരാൾക്ക് സഡൻ അറ്റാക്ക് വന്നാ പെട്ടെന്ന് വെള്ളത്തിന് ദാഹിക്കുമത്രേ. നന്നായി ദാഹം തോന്നിയപ്പോ മരണത്തിന്റെ മുമ്പിലല്ലേ ഓടിച്ചെന്ന് കിണറ്റിലങ്ങ് ചാടി വെള്ളം കുടിച്ചതാണ്. പിന്നെ ജീവനോടെ മടങ്ങി വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ് ഉസ്താദേ, അന്ന് വാർത്ത അറിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ
നാട്ടിൽ വന്നപ്പോ, ദൂരെയല്ല, ഇവിടെ വളയത്തുള്ള ചെറുപ്പക്കാരനാണ്. നാട്ടിൽ വന്നപ്പോ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നമ്മൾ ആ സുഹൃത്തിനെ ആലോചിച്ചുകൊണ്ട് ആ ഭാര്യയെ നിനക്കങ്ങ് കഴിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ വേറെ ഒന്നും ആലോചിച്ചില്ല ഉസ്താദേ, ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു. എന്റെ സുഹൃത്തിന്റെ മോനാണ് എന്റെ ആദ്യത്തെ മോൻ, അവന് വേണ്ടി ദുആ ചെയ്യണേ എന്നാ ഞാൻ പറഞ്ഞത്. അവൻ എന്റെ മോനല്ല, പക്ഷെ ആ കുട്ടിക്കറിയില്ല, ആ കുട്ടി എന്നെ ഉപ്പാന്നാണ് വിളിക്കാറുള്ളത്. അവനറിയില്ല അവന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് എന്ന്. ദുആ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ പറയുകയാണ്, യതീം മക്കളെ കണ്ടാൽ അവരുടെ മുടിയിഴകൾ ഇങ്ങനെ കൈയോടിച്ചാൽ ഈമാൻ സലാമത്തായി ലഭിക്കാനുള്ള മാർഗമാണ്. രണ്ടാമത്തെ മാർഗം വഅത്ഇമിൽ മിസ്കീൻ, പാവപ്പെട്ടവരായ ആളുകൾക്ക് പണം കൊടുക്കലാണ്, പാവപ്പെട്ടവരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അതുകൊണ്ട് പാവങ്ങളായ ആളുകൾ കൈനീട്ടി വരുമ്പോ പണം കൊടുത്തോളണം എന്നില്ല, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോളൂ, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തോളൂ, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ കൊടുത്തോളൂ. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും ഈ യാചനക്കാരെ നിരോധിക്കാനുള്ള ബോർഡുകളുണ്ട്. അവർ വലിയ മാഫിയയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു പരിഹാരം ചെയ്യാം. അവർക്ക് പണം കൊടുക്കുമ്പോഴാണ് അവർ മാഫിയയായി മാറുന്നത്. പകരം നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കൂ, ചോദിച്ചു വരുന്നവർക്ക് വീട്ടിലുണ്ടാക്കിയത് എന്തോ അതങ്ങ് കൊടുത്തോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളൂ, അല്ലാതെ പണം കൊടുത്ത് സഹായിക്കണ്ട. എന്നാൽ രണ്ടു നേട്ടമുണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ സമാപിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ നാളെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ഇവിടത്തെ തന്നെ സന്തതിയാണ്. മറ്റന്നാൾ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുവന്യരായ ഉസ്താദ് സിംസാറുൽ ഹഖ് ഉദവി വെള്ളിയാഴ്ച ഇവിടെ എത്തും, ഇവിടെ ഉണ്ടായിരിക്കും എന്നത് അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഒരാരോഗ്യക്കേടുകളും പ്രത്യേക സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉസ്താദ് ഇവിടെ എത്തും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് എത്തൂല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ ഉള്ള ഒരു രഹസ്യമായ പ്രചാരണം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കണ്ട. ഉസ്താദ് ഈ ഒരു പരിപാടിക്ക് അവിടെ എത്തും എന്നവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ സംഘാടകർക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണം. ഒരു 5 മിനിറ്റ് കൂടി നിന്നാൽ ഈ മജ്ലിസ് അങ്ങ് മുതലാക്കാം. ഒരു 5 മിനിറ്റ് കൂടി നിന്നാൽ ഈ മജ്ലിസ് അങ്ങ് മുതലാക്കിയിട്ട് പോകാം. കാരണം ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഉള്ളതാണ്. എനിക്ക് കൂടി ഒരു പ്രതീക്ഷ അതാണ്. ഒരു ആമീൻ അല്ലാഹ് കബൂലാക്കിയാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടുവല്ലോ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.